So once again, welcome back to the session, everyone. So അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. സോ ബേസിക്കലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് അവർ സിലബസ്. നമ്മുടെ മെയിൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ തന്നെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിനകത്ത് കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓൾമോസ്റ്റ് മോർ ദാൻ 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സബ്സ്റ്റാൻറ്റീവ്സ് വരുന്നത്. നമുക്കറിയാം ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റിൻ്റെ അകത്ത് എനിവേ ഓൾമോസ്റ്റ് അറൌണ്ട് 15 മാർക്സ് സബ്സ്റ്റാൻറ്റീവ്സ് ആയിരിക്കും ചോദിക്കാം, ബാക്കി 5 മാർക്ക് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകും. ബട്ട് ഫോർ ഷുവർ നമുക്ക് എന്താണെങ്കിലും 20 മാർക്കിൻ്റെ അകത്ത് 15 മാർക്സ് സബ്സ്റ്റാൻറ്റീവ്സ് വരും. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് നമുക്ക് ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റൻ ആണെങ്കിലും ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിലും അതിൻ്റെ അകത്തും സബ്സ്റ്റാൻറ്റീവ്സ് വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമ്മൾ 2 കാറ്റഗറി ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുറേ സെറ്റ് ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ സബ്സ്റ്റാൻറ്റീവ്സ് ആണ് നമ്മൾ പറയേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സബ്സ്റ്റാൻറ്റീവ്സ് തമ്മിൽ ഏതൊക്കെ ഏരിയസിലാണ് കൺഫ്യൂഷൻസ് വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഏരിയസ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്വിക്ലി ഡിസ്കസ് ചെയ്ത് പോവാം. അതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവാം. സോ ബേസിക്കലി നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കുന്ന സമയത്ത് നോട്ട്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചിരുന്നത്, വിച്ച് ഇൻക്ലൂഡ്സ് എ ലോഡ് ഓഫ് സബ്സ്റ്റാൻറ്റീവ്സ്. അത് നമ്മൾ പറഞ്ഞു സിലബസ് വൈസ് ഉള്ള സബ്സ്റ്റാൻറ്റീവ്സ് തന്നെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മുടെ BPP കപ്ലാൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ഹബി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ആഡ് ഓൺ ആയിട്ട് പഠിച്ചത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കും സ്റ്റഡി ഹബും എല്ലാം ഫുള്ളി നോക്കിയിരുന്നു. ബട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് അതിൻ്റെ അകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ അത് മാത്രം ബേസ് ചെയ്ത് പഠിക്കരുത്, നമ്മൾ കൂടുതൽ സബ്സ്റ്റാൻറ്റീവ്സ് പഠിക്കണം. കാരണം നമുക്ക് സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ ആണ്, എങ്ങനെ വേണേലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഡെഫിനറ്റ്ലി സബ്സ്റ്റാൻറ്റീവ്സ് നമുക്ക് നോക്കിയിട്ട് എഴുതാം, ഐ മീൻ നമ്മുടെ ഓൺ വേർഡ്സിൽ തന്നെ എഴുതി പോവാം. ഹൗഎവർ നമുക്ക് സബ്സ്റ്റാൻറ്റീവ്സ് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാവണം നേരത്തെ തന്നെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഏരിയാസ് ഫുള്ളി പഠിക്കണം എന്ന് വെച്ചാൽ മീനിങ് മനസ്സിലാക്കി പഠിക്കണം. ബൈ ഹെർട്ട് ചെയ്ത് പോയിന്റ്സ് അതേപോലെ തന്നെ കൊണ്ട് എഴുതി വെക്കരുത്, നള്ളിഫൈഡ് ആവും. ഓൺ വേർഡ്സിൽ എഴുതാനായിട്ട് നോക്കുക. ഇനി നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് കുറേ പഠിച്ചിരുന്നു, അത് നമുക്കൊന്നുകൂടി ക്വിക്ലി റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചിരുന്ന ഒരു സബ്സ്റ്റാൻറ്റീവ് ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഓപ്പണിംഗ് ബാലൻസ് പോലുള്ള സബ്സ്റ്റാൻറ്റീവ്സ് ഡയറക്റ്റ്ലി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് മെയിൻലി നിങ്ങളോട് പറയും ഫസ്റ്റ് ടൈം എവറാണ് ക്ലയന്റിന്റെ ഓഡിറ്റ് പെർഫോം ചെയ്യുന്നത് ആൻഡ് ക്ലയന്റിന്റെ പ്രീവിയസ് ഇയർ ക്ലോസിംഗ് ബാലൻസിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്ന പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സോ ക്ലയന്റിന്റെ ഫസ്റ്റ് ടൈം എവറാണ് ഓഡിറ്റ് ചെയ്യുന്നത്, പ്രീവിയസ് ഇയറിൽ ക്ലോസിംഗ് ബാലൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ അഫക്റ്റഡ് ആവുന്നതായിരിക്കും കറണ്ട് ഇയർ ഓഡിറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും അഫക്റ്റഡ് ആവുക. സോ ഓപ്പണിംഗ് ബാലൻസിന്റെ ആയിരിക്കും നമ്മൾ പ്രൊസീജിയേഴ്സ് എഴുതേണ്ടതായിട്ട് വരിക. ഇനി ഇതേപോലെ തന്നെ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പലപ്പോഴും റിപ്പീറ്റഡ്ലി ഏറ്റവും നമ്പർ ഓഫ് ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ബാങ്കിന്റെ സബ്സ്റ്റാൻറ്റീവ്സ്. സോ ബാങ്കിനെ ബേസ് ചെയ്ത് സബ്സ്റ്റാൻറ്റീവ്സ് ഡയറക്റ്റ്ലി തന്നെ ചോദിക്കും. പക്ഷെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനാരിയോ നോക്കിയിട്ട് സിനാരിയോയ്ക്ക് അത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ബാങ്കിന്റെ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാവുള്ളൂ. കാരണം നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും കമ്പനിയുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് പറയുകയാണ്, ബാങ്ക് റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ബാങ്ക് റീകൺസിലേഷൻ പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പോയിട്ട് റീപെർഫോം ബാങ്ക് റീകൺസിലേഷൻ ടു കൺഫേം മാത്തമാറ്റിക്കൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. കാരണം എന്താ, അവർ റീകൺസിലേഷൻ ചെയ്തിട്ടില്ല. ചെയ്യാത്തൊരു സാധനം എടുത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് നോക്കാൻ പറ്റില്ല. കുറച്ചുകൂടി ഞാൻ പോയി വിളിക്കാം. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഓരോ സിറ്റുവേഷനിലും നോക്കണം. ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടോ, ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓവർ ഡ്രാഫ്റ്റ് സെറ്റ് ഓഫ് റിലേറ്റഡുള്ള പോയിന്റിനെ കുറിച്ച് പറയാനായിട്ട് പാടുള്ളൂ. ഓവർ ഡ്രാഫ്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ സിനാരിയോക്ക് ഒന്ന് നോക്കുക, കമ്പനിക്ക് എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ഉള്ളതെന്ന് അത് വെച്ചിട്ട് തന്നെ പ്രൊസീജിയേഴ്സ് എഴുതാവുള്ളൂ. ഇനി ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അവിടെ വരുന്നുണ്ടാവുക ഒരു ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് ആയിരിക്കും. അവിടെ ഒരു ഡയറക്ടർ കൊടുക്കുന്ന സാലറി ഉണ്ടാവും, അവർ കൊടുക്കുന്ന ഫീസ് ഉണ്ടാവും, ബോണസ് ഉണ്ടാവും, പെൻഷൻ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും, റിട്ടയർമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ഉണ്ടാവും, നോൺ ക്യാഷ് ബെനിഫിറ്റ്സ് ഉണ്ടാവും, കോമ്പൻസേഷൻ ഫോർ ദി ലോസ് ഓഫ് ഓഫീസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. സോ ഈ ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ടർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്സ് ആണ്. അപ്പം ഇതിനകത്ത് ഫീസ് ചോദിച്ചാലും ബോണസ് ചോദിച്ചാലും പെൻഷൻ കോൺട്രിബ്യൂഷൻ ചോദിച്ചാലും ഒക്കെ ഇമോൾമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ടത് ഡയറക്ടേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സും എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സിനെ പറ്റിയാണ്. എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെന്റിനെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഇമോൾമെന്റ്സിന്റെ പോയിന്റ് അല്ല എഴുതേണ്ടത്. ഏത് പോയിന്റ് എഴുതണം എന്നാണ് നമ്മൾ പറഞ്ഞത്, പേറോളിന്റെ പോയിന്റ്സ് വേണം എഴുതാനായിട്ട്. സോ പേറോൾ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതുക. കാരണം ഡയറക്ടർ സർവീസ് കോൺട്രാക്ട് റിവ്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മാർക്ക് കിട്ടില്ല. അവിടെ നമ്മൾ നോക്കേണ്ടതായിരിക്കും എംപ്ലോയിയുടെ സർവീസ് കോൺട്രാക്ട് ആയിരിക്കും നോക്കേണ്ടി വരിക. ഇനി
റവന്യൂ നമുക്ക് ഈ പോയിന്റ്സ് യൂസ് ചെയ്ത് തന്നെ എഴുതാം. റവന്യൂ പക്ഷേ നിങ്ങൾ നോക്കുക സിനാരിക്കകത്ത് കമ്പനിക്ക് എന്തൊക്കെ കൈൻഡ് ഓഫ് റവന്യൂവിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, ആ ഡേറ്റ കൂടെ വെച്ച് തന്നെ എഴുതാനായിട്ട് നോക്കുക. പേർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസ്. പേർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അവിടെ കൺഫ്യൂഷൻ വരുത്തേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ പ്രീ പേയ്മെന്റ്സും അതേപോലെ തന്നെ അക്രൂവൽസുമായിട്ട് കൺഫ്യൂഷൻ വരുത്തുക. ഓക്കെ, സോ ബേസിക്കലി നിങ്ങളോട് പറയാണ് കമ്പനി എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പറയാം, ട്രേഡ് പേയബിൾസ് പറയാം. ഓക്കെ, ട്രേഡ് പേയബിൾസ് പറയാം. പ്രൊഡക്റ്റ് അല്ല, റീറ്റെയിൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല, വേറെ എന്തെങ്കിലും ഒരു സാധനമാണ് വാങ്ങിയത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കമ്പനി ഇലക്ട്രിസിറ്റി വാങ്ങിയെന്ന് പറയാണ്, പക്ഷേ അതിന് പൈസ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, അത് ട്രേഡ് പേയബിൾസ് അല്ല, അത് അക്രൂവൽസ് ആണ്. അപ്പോൾ അക്രൂവൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് പറയാം. ഇനി കമ്പനി സാലറി എംപ്ലോയീസിന് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അവിടെ അക്രൂവൽസ് വേണം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇനി അതേ സ്ഥലത്ത് കമ്പനി ഒരു പർച്ചേസ് നടത്തി എന്നുള്ളത് പറഞ്ഞു, ആ പർച്ചേസിന് വേണ്ടിയിട്ട് കമ്പനി അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പർച്ചേസിന്റെ അല്ല നിങ്ങൾ അവിടെ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുന്നത്, അവിടെ എഴുതേണ്ടി വരുന്നത് എന്തിൻ്റെ ആയിരിക്കും, പ്രീ പേയ്മെന്റ്സിന്റെ ആയിരിക്കും. അഡ്വാൻസ് പേ ചെയ്ത കാരണം കൊണ്ട് പ്രീ പേയ്മെന്റ്സിന്റെ ആയിരിക്കും എഴുതുക. അപ്പോൾ ഒരു എക്സ്പെൻസ് ഇൻകർ ആയതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പർച്ചേസ് ആൻഡ് അതർ എക്സ്പെൻസ് തന്നെ എഴുതുക. എക്സ്പെൻസ് ഇൻകർ ആയി അത് പേ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്, അക്രൂവൽസ് പറയാം. എക്സ്പെൻസ് ഇൻകർ ആവാൻ പോകുന്നേ ഉള്ളൂ, അതിന് വേണ്ടി അഡ്വാൻസ് പേ ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ പ്രീ പേയ്മെന്റ്സിന്റെ പറയാം. അപ്പോൾ ഏതാണ് സിനാരിയോയിൽ ചോദിച്ചേക്കുന്നത് അത് നോക്കിയിട്ട് സ്പെസിഫിക്കലി പറയാനായിട്ട് നോക്കുക. ഇനി സെയിൽസ് ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ടാക്സ് എക്സ്പെൻസ് അതൊക്കെ നമ്മൾ പറഞ്ഞു, നോർമലി ഡയറക്റ്റ്ലി തന്നെയാണ് നമ്മളോട് ചോദിക്കാറ്. ഇനി പേറോൾ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ പേറോൾ നോർമലി നിങ്ങൾ ഇവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇമോളുമെന്റ്സുമായിട്ടാണ്. പക്ഷെ പേറോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അക്രൂവൽസുമായിട്ടും കൺസിഡർ ചെയ്യുക. അതായത് ചിലപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക പേബിൾസ് ബാലൻസ് പേറോൾ ബാലൻസ് പേ ചെയ്തിട്ടില്ല, എംപ്ലോയീസിന്റെ സാലറി ഓവർ ഡ്യൂ ആണെന്നുള്ളതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എംപ്ലോയി സാലറി ഓവർ ഡ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തും കൂടെ കൺസിഡർ ചെയ്യണം, അക്രൂവൽസിന്റെ പോയിന്റ്സും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി പ്രൊവിഷൻ. സോ നോർമലി പ്രൊവിഷൻ പലപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള ഒരു കേസ് തന്നെയാണ്. പ്രൊവിഷനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനാരിയോ നോക്കിയിട്ട് അക്കോർഡിംഗ്ലി പ്രൊവിഷൻ്റെ ഇത് പറഞ്ഞാൽ മതി. ഹവർ എപ്പോഴും നോക്കുക, ഇപ്പം റിഡൻഡൻസി പ്രൊവിഷനാണ് ചോദിക്കുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് വേണം പറയാനായിട്ട്. ഇനി അതേപോലെ തന്നെ പ്രൊവിഷൻ ഫോർ വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് വേണം പറയാനായിട്ട്. രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യരുത്. കാരണം നമുക്കറിയാം റിഡൻഡൻസി പ്രൊവിഷനകത്ത് നമ്മൾ നോക്കുന്നത് ഈ റിഡൻഡൻസിയുടെ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ എമൗണ്ട് ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് പ്രോബബിൾ ആണോ, നമുക്കൊരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അതേസമയത്ത് വാറണ്ടി പ്രൊവിഷന്റെ കേസ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന റവന്യൂവിന്റെ ബേസിസിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിട്ടേൺ വരാനുള്ള ചാൻസിന്റെ ബേസിസിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണോ സിനാരിയോ അതിനനുസരിച്ച് വേണം പറഞ്ഞു പോകാനായിട്ട്, ജനറൽ ആയിട്ട് എഴുതരുത്. ഇനി റിസീവബിൾസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ അസേർഷൻ സ്പെസിഫിക് ആയിട്ട് തന്നെ റിസീവബിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്നെസ്, എക്സിസ്റ്റൻസ്, ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, ക്ലാസിഫിക്കേഷൻ, കട്ട് ഓഫ്, ഒക്കറൻസ്, പ്രസന്റേഷൻ, ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ റിസീവബിൾസിന് ചോദിച്ചിട്ടുള്ളതും എക്സിസ്റ്റൻസ് ആണ്. ശരി, ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞ സാധനമായിരുന്നു ഇൻവെൻട്രി. പലപ്പോഴും കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇൻവെൻട്രി എന്ന് പറഞ്ഞ് 5-6 പോയിന്റ്സ് ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള പഠിച്ചു വെക്കും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇൻവെൻട്രി ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ 100% സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻവെൻട്രി എന്ന് പറയുന്ന സമയത്ത് 100% സ്പെസിഫിക് ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെൻട്രിയുടെ തന്നെ കുറേ ലിസ്റ്റ് പഠിച്ചു. നമ്മൾ ഇൻവെൻട്രിയുടെ ഏതൊക്കെ ലിസ്റ്റാണ് പഠിച്ചിട്ടുള്ളത്, ഇൻവെൻട്രിയുടെ അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ളത് തന്നെ ഓൾമോസ്റ്റ് 8 എണ്ണം ഉണ്ട്. അതിന് പുറമെ നമ്മൾ ബിഫോർ ദി ഇൻവെൻട്രി കൗണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ദി ഇൻവെൻട്രി കൗണ്ട് ദെൻ വേറെ ഏതൊക്കെ പഠിച്ചിട്ടുള്ളത്, ഡ്യൂറിങ്, ബിഫോർ, ആഫ്റ്റർ, ഡ്യൂറിങ് ദി ഇൻവെൻട്രി കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇൻവെൻട്രി ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻവെൻട്രി ഹെൽഡ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇൻവെൻട്രി റെക്കോർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ഇൻവെൻട്രി 1 2 3 4 5 6 7. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻവെൻട്രിക്കകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻവെൻട്രി റിലേറ്റഡ് സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കുക ഇതിനകത്ത് ഏതാണ് ചോദിച്ചേക്കുന്നത്, ഏതെങ്കിലും അസേർഷൻ സ്പെസിഫിക് ആണോ. അസേർഷൻ സ്പെസിഫിക്കിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇൻവെൻട്രിയുടെ വാലുവേഷൻ. അപ്പോൾ ഇൻവെൻട്രിയുടെ വാലുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അസേർഷനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്, അല്ല. നമ്മൾ സിനാരിയോ വായിച്ചിട്ട് നോക്കുക, ഇതിനകത്ത് കൗണ്ട് നടന്നു എന്നാണ് പറയുന്നത്, നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്, അത് നമ്മൾ കൗണ്ട് അറ്റൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കൗണ്ട് നടക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബിഫോർ ദ കൗണ്ട് ആണ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. കൗണ്ട് നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ ആഫ്റ്റർ ദ കൗണ്ട് ചെയ്യണം. കൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് ദ കൗണ്ട് വേണം പറയാൻ. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവും ഇൻവെൻട്രി ഏതെങ്കിലുമൊക്കെ തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടെന്ന്.
അങ്ങനെയാണെങ്കിൽ ഇൻവെന്ററി ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടിയുടെ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് ഇൻവെന്ററി റെക്കോർഡ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിന് പോയിന്റ് ചെയ്യാം. കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് ആണെന്ന് പറഞ്ഞാൽ ഈ മേലത്തെ ഒരു പോയിന്റും വേണ്ട, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിന് പോയിന്റ്സ് മാത്രം ചെയ്യാം. ഇനി അവിടെയും ഞാൻ പറഞ്ഞിരുന്നു ചിലപ്പോൾ മിക്സ് ഓഫ് സിനാരിയോസ് വരും. അതായത് ഇൻവെന്ററി കൗണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇൻവെന്ററി തേർഡ് പാർട്ടിയുടെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സ്റ്റാൻഡേർഡ് കോസ്റ്റിലാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആഫ്റ്റർ ദ കൗണ്ടും തേർഡ് പാർട്ടിയും സ്റ്റാൻഡേർഡ് കോസ്റ്റും ഇത് മൂന്നും കൂടെ മിക്സപ്പ് ചെയ്ത് വേണം ആ കേസിൽ എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെയും വരാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ രണ്ട് രീതി ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഏത് രീതി ചോദിച്ചാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ മിക്സപ്പ് ചെയ്തിട്ടുള്ള സിനാരിയോസ് വരുമ്പോൾ മിക്സപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ ആൻസേഴ്സ് എഴുതി പോവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ്നസ് ഉണ്ട്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഉണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്, ഒക്കറൻസ് ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്, ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബിഫോർ ദ കൗണ്ട് നമ്മൾ പഠിച്ചിരുന്നു, ദെൻ അറ്റൻഡൻസ് അറ്റ് ദി ഇൻവെന്ററി കൗണ്ട് പഠിച്ചു, ആഫ്റ്റർ ദ കൗണ്ട് പഠിച്ചു, ഇൻവെന്ററി ഹെൽഡ് ബൈ തേർഡ് പാർട്ടീസ് പഠിച്ചു, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിച്ചു, കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ട് പഠിച്ചു. അത് ഓരോന്നും നമ്മൾ നോക്കുന്നുണ്ടാവണം. ഇനി ട്രേഡ് പേയബിൾസിന്റെ നമ്മൾ അസേർഷൻ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്നെസ്, കട്ട് ഓഫ്, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ എല്ലാം ഇതിനകത്ത് നമ്മൾ പഠിച്ചു. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്നെസ്. ട്രേഡ് പേയബിൾസിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്നെസ് ആണ്. ട്രേഡ് പേയബിൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അസേർഷനും എന്ത് തന്നെയായിരിക്കും? കംപ്ലീറ്റ്നെസ് ആയിരിക്കും. കാരണം നോർമലി കംപ്ലീറ്റ്നെസ്സിൻ്റെ അകത്തായിരിക്കും മിസ്റ്റേക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവുക. ഇനി മൂവിങ് ഫോർദർ, ടാൻജിബിൾ നോൺ കറന്റ് അസറ്റ്സ്. സോ ബേസിക്കലി ടാൻജിബിൾ നോൺ കറന്റ് അസറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു കമ്പനി പലതരത്തിലുള്ള അസറ്റ്സ് ഓൺ ചെയ്യുന്നുണ്ടാവും. സോ ബേസിക്കലി ടാൻജിബിൾ നോൺ കറന്റ് അസറ്റ് ആയിട്ട് നമ്മൾ മെയിൻലി ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക PPE അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആയിരിക്കും. ബട്ട് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് റിക്വയർമെന്റ് ചോദിച്ചിട്ടുണ്ടാവുക വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു വാലുവേഷൻ ഓഫ് ഡാഷ് അസറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. അതായത് സേ ഫോർ എക്സാമ്പിൾ വാലുവേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പം വാലുവേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ PPയുടെ വാലുവേഷൻ നമ്മൾ പഠിച്ച് എഴുതി വെക്കരുത്. പകരം സിനാരിയോ വായിച്ചു നോക്കുക, മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്. കാരണം ചിലപ്പോൾ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരു ഇൻവെന്ററി ആവാം, ചിലപ്പോൾ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരു PPE ആവാം. ഇനി മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടില്ല, വാട്ട് ആർ ദ സബ്സ്റ്റാൻഡീവ്സ് നീഡ് ടു ബി പെർഫോം ബൈ ദ ഓഡിറ്റർ ഇൻ റിലേഷൻ ടു അസറ്റ്സ് എന്ന് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ നേരെ കയറിയിട്ട് നോൺ കറന്റ് അസറ്റ്സിന്റെ എഴുതി വെക്കും. പക്ഷെ ചെയ്യരുത്, ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവുക ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിരിക്കും, അങ്ങനെയും വരാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഏത് രീതി വേണേലും വരാം. അപ്പോൾ ഏത് രീതി വന്നാലും നമ്മുടെ ആൻസർ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന എന്ത് അസറ്റിനെ കുറിച്ചാണ്. ഇഫ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് എ കറന്റ് അസറ്റ്, ഇൻവെന്ററി ആണ്, അങ്ങനെയാണ് ഇൻവെന്ററി റിലേറ്റഡ് പോയിന്റ്സ് വേണം എഴുതാൻ. ഇനി അവർ അതിനെക്കുറിച്ചല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നോൺ കറന്റ് അസറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അങ്ങനെയാണ് PPE ആണെങ്കിൽ PPE നെ കുറിച്ച് എഴുതണം. ഇനി അതുമല്ല അവർ ഏതെങ്കിലും പേറ്റന്റോ കോപ്പിറൈറ്റോ ട്രേഡ് മാർക്കോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇൻടാഞ്ചിബിളിനെ കുറിച്ചാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് പറയുന്നത് എന്നുള്ള കാര്യം പ്രോപ്പർലി നോക്കണം. ഇൻവെന്ററി ആണോ, PPE ആണോ, ഇൻടാഞ്ചിബിൾ ആണോ, എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോക്കുക, എന്നിട്ട് മാത്രം എഴുതുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് ബേസിക്കലി അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്. നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക ഇൻവെന്ററി ആണോ, PPE ആണോ, അതോ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണോ, ഏതാണ് ചോദിച്ചേക്കുന്നത് എന്നുള്ള കാര്യം. ഇനി അതിന് ശേഷം നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നു പഠിക്കാൻ. കംപ്ലീറ്റ്നെസ് ഉണ്ടായിരുന്നു, എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു, വാലുവേഷൻ ഉണ്ടായിരുന്നു, റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നു, അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്സ് ഉണ്ട്, ദെൻ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സ് ഉണ്ട്. ഇതിനിടെ രണ്ടായിട്ട് തന്നെ ഞാൻ തന്നിട്ടുണ്ടായി. അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്സും സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സും അത് രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളായിട്ടൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്സ് എന്ന് വിളിക്കുക. നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ അഡീഷൻ ഓഫ് നോൺ കറന്റ് അസറ്റ്സിന്റെ പോയിന്റ്സ് എഴുതുക. നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യല്ല, നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുകയാണ് ചെയ്തത്, നമ്മൾ തന്നെ പണിത് ബിൽഡിംഗ് ആണ്, അങ്ങനെ എന്തെങ്കിലും ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്സിന്റെ പോയിന്റ്സ് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അസറ്റ്സ് ഡിസ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡിസ്പോസിന്റെ പോയിന്റ്സ് എഴുതുക. ഇനി ഡിപ്രിസിയേഷന്റെ വാലുവേഷനായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ്സ് നമ്മൾ എഴുതേണ്ടി വരും. അതേപോലെ തന്നെ റീവാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി പ്ലാന്റിന്റെ എക്യുപ്മെന്റിന്റെയും പോയിന്റ്സ് നമുക്ക് എഴുതാം. ഇനി റീവാലുവേഷൻ ഞാൻ സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് പോയിന്റ്സ്, ഇത് സിനാരിയോ ആയിട്ട് കണക്ട് ചെയ്ത് തന്നെ എഴുതാൻ നോക്കുക. റീവാലുവേഷനും അതേപോലെ തന്നെ റിവ്യൂ ഓഫ് അസറ്റ്സും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്, ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് പ്രോസസ്സാണ്, രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. റീവാലുവേഷനും റിവ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു അസറ്റ് എടുത്തു, അസറ്റിന്റെ വാല്യൂ മാത്രം കറക്റ്റ് ആണോ, അതായത് അസറ്റിന്റെ ഫെയർ വാല്യൂ ഇൻക്രീസ് ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് റീവാലുവേഷൻ എന്ന് പറയാം. അതേ സമയത്ത് റിവ്യൂ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. പകരം
നമ്പർ ഓഫ് അസറ്റ്സും അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് മാത്രമാണ് റിവ്യൂവിൽ നോക്കുക. സോ റിവ്യൂ ഓഫ് അസറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അസറ്റിന്റെ വാല്യൂ കൂട്ടുന്നില്ല, അവിടെ അസറ്റിന്റെ കൗണ്ടും അതിന്റെ കണ്ടീഷനും മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ. സോ റിവ്യൂ ഓഫ് അസറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പനി വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആദ്യം കമ്പനി അസറ്റ്സിന്റെ റിവ്യൂ നടത്തും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അസറ്റ്സ് അഡീഷൻ നടത്തുമോ അല്ലെങ്കിൽ അസറ്റ്സ് കമ്പനി ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവുക. സോ കമ്പനി റിവ്യൂ ഓഫ് അസറ്റ്സ് നടത്തി എന്ന് പറയുമ്പോൾ നേരെ കയറിയിട്ട് റീവാലുവേഷൻ എഴുതരുത്, പകരം റിവ്യൂവിന്റെ ബേസിസിൽ എന്ത് നടന്നു എന്ന് നോക്കുക. റിവ്യൂവിന്റെ ബേസിസിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡീഷൻ നടന്നേക്കുന്നത് അല്ലെങ്കിൽ ഡിസ്പോസൽ നടന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്തായിരിക്കും എഴുതേണ്ടി വരിക? അഡീഷണലി ഡിസ്പോസലിന്റെ പോയിന്റ്സ് ആയിരിക്കും എഴുതേണ്ടി വരിക, അല്ലാണ്ട് റീവാലുവേഷന്റെ പോയിന്റ്സ് അല്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോൺ കറന്റ് ലയബിലിറ്റീസ്, അതായത് ഒരു കമ്പനി എന്തെങ്കിലും ലോൺ എടുത്തു എന്ന് പറയുകയാണ്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി എന്തെങ്കിലും തരത്തിൽ ഓൾറെഡി ഉള്ള ലോൺ റീപേ ചെയ്തു എന്ന് പറയുകയാണ്, കമ്പനി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു എന്ന് പറയുകയാണ്. സോ ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് എല്ലാം നമ്മൾ കാണിക്കേണ്ടി വരും അവിടെ ആയിരിക്കും, നോൺ കറന്റ് ലയബിലിറ്റീസിനകത്ത് തന്നെ ആയിരിക്കും. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുന്നത്തെ പോലെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും തമ്മിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾ നോക്കുക റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞേക്കുന്നത്. സോ നോർമലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കമ്പനി പറയുകയാണ് കമ്പനിക്ക് ഒരു 3 പ്രൊഡക്ട്സ് ഉണ്ട്, 3ഉം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫേസിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ നോർമൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പോയിന്റ്സ് തന്നെ എഴുതിയാൽ മതി. പക്ഷെ നമ്മളോട് ക്വസ്റ്റനിൽ ക്ലിയർലി പറയാണ് കമ്പനിക്ക് 3 പ്രൊഡക്ട്സ് ഉണ്ട്, അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫേസിലാണ്. അതിൽ ഒരെണ്ണം ഓൾറെഡി കമ്പനി കംപ്ലീറ്റ് ചെയ്തു, അതിന് ഇൻടാഞ്ചിബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്തു എന്ന് പറയാണ്. അപ്പോൾ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻടാഞ്ചിബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തൊട്ടിട്ട് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ കൂടെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ക്രിയേറ്റ് എ മിക്സ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഏത് കേസിലാണ്? കമ്പനി ഓൾറെഡി അതിന് ഇൻടാഞ്ചിബിൾ ആയിട്ട് കാണിച്ചു, അതിനെ ഇൻടാഞ്ചിബിൾ ആയിട്ടാണ് അക്കൗണ്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ആ പോയിന്റ് തൊട്ടിട്ട്. ഇനി ഗോയിങ് കൺസേൺ പ്രൊസീജിയേഴ്സ് ഒക്കെ മെയിൻലി ജനറൽ ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക. സിനാരിക്കകത്ത് പറഞ്ഞേക്കുന്നത് എന്താണോ ആ ഡീറ്റെയിൽസ് വെച്ച് തന്നെ എഴുതാൻ നോക്കുക. പ്രീ പേയ്മെന്റ്സ് അക്രൂവൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഷെയർ ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എഴുതുന്നുണ്ടാവുക. ഡിവിഡൻസും അതുപോലെ തന്നെ കമ്പനി എന്തെങ്കിലും ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. റിസർവ്സ്, നിങ്ങൾ ഏത് റിസർവിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് നോക്കുക, അതിനനുസരിച്ച് എഴുതി പോവുക. അൺകറക്റ്റഡ് മിസ്റ്റേക്സ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഡയറക്റ്റ്ലി ആയിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏതെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ അൺകറക്റ്റഡ് മിസ്റ്റേക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചോദിക്കും. ഓവറോൾ റിവ്യൂ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ജനറൽ ആയിട്ട് തന്നെ ഡയറക്റ്റ്ലി നമ്മളോട് ചോദിക്കുന്നതാണ്. ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ കാറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഓഡിറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മളോട് ചോദിക്കും. സോ ബേസിക്കലി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക, കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുക. സോ മെയിൻലി നമ്മൾ 4 പ്രൊസീജിയേഴ്സ് ആയിരിക്കും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടാവുക. നമ്പർ 1, നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് സാമ്പിൾ സെലക്ഷൻ നടത്താൻ പറ്റും, റീകാൽക്കുലേഷൻ നടത്താൻ പറ്റും, കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്താൻ പറ്റും. മെയിൻലി 4 പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമ്മൾ കാറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടാവുക. സോ അഗെയിൻ കാറ്റ് യൂസ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചെയ്യാൻ പറ്റുക? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം, സാമ്പിൾ സെലക്ഷൻ നടത്താം, റീകാൽക്കുലേഷൻ നടത്താം, കട്ട് ഓഫ് ടെസ്റ്റിംഗ് ചെയ്യാം. സോ ദീസ് വേർ ദ ലിസ്റ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ ക്ലാസ്. നമ്മൾ കുറേ ദിവസങ്ങളെടുത്തിട്ട് ഡിസ്കസ് ചെയ്ത ഏരിയ ആണിത്, അല്ലെ കുറേ നാളെടുത്ത് നിങ്ങൾ പഠിച്ചൊരു ഏരിയ ആണിത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ഇത് ബൈഹേർട്ട് ചെയ്ത് എഴുതി വെക്കാനായിട്ടല്ല, നമ്മൾ പ്രോപ്പർലി മീനിങ് മനസ്സിലാക്കുക, എന്നിട്ട് സിനാരിയോയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് വെച്ച് മാത്രം നമുക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. നമ്മൾ ജനറൽ ആയിട്ട് അഡീഷണലി വേറെ കുറച്ച് പ്രൊസീജിയേഴ്സും കൂടെ പഠിച്ചിരുന്നു. നമ്മൾ അവിടെ പറഞ്ഞു നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്, നമ്മൾ ഓരോ ആൻസേഴ്സും എഴുതുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ പ്രൊസീജിയർ അവിടെ ഉണ്ടാവണം. നമുക്ക് എന്താണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വേണ്ടത് അത് പറയുന്നുണ്ടാവണം. പർപ്പസ് എന്താണോ അതും ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. നമ്മൾ ലാസ്റ്റ് ഡേ ഓഡിറ്റ് റിസ്ക് പഠിച്ച സമയത്തും ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പഠിച്ച സമയത്തും ഈ സെയിം ഫോമാറ്റ് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൊസീജിയർ, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, പേർപ്പസ്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റ് റിസ്കിന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പർപ്പസ് എന്തായിരുന്നു? റിസ്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്തപ്പോൾ അവിടുത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൺട്രോൾസ് എഫിഷ്യൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടോ, അസേർഷൻസ് ഓരോന്നും കറക്റ്റ് ആണോ എന്ന് നോക്കുക എന്നുള്ളതായിരിക്കും. സോ അസേർഷൻ കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഇവിടുത്തെ പർപ്പസ് എന്ന് പറയാം. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. നമുക്ക് വേണ്ട പ്രൊസീജിയർ എന്താണോ അത് പറയാം,
ഡോക്യുമെന്റ് എല്ലാ ഇൻഫർമേഷൻ പറയാം, എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നത്, ആ പേർപ്പസും ക്ലിയർലി മെൻഷൻ ചെയ്യാം. എപ്പോഴും ഓർത്തണം, പർപ്പസ് പ്രൊസീജിയർ എഴുതുമ്പോൾ പറയാൻ വിട്ടു പോരുത്, പർപ്പസ് കൂടെ പറഞ്ഞാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾവേസ് ദർ ഈസ് എ പോസിബിലിറ്റി ദാറ്റ് നമുക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ മാനേജ്മെന്റുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയണം, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതും പറയണം. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറയാം മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന്. അപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യേണ്ടതെന്ന് പറയണം, അതിന്റെ പർപ്പസ് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എക്സ്റ്റേണൽ കൺഫർമേഷൻ നമുക്ക് എപ്പോഴും തേർഡ് പാർട്ടിയുടെ ഡെസിന് ഒബ്ടൈൻ ചെയ്യാൻ പറയാം. അവിടെ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറയുമ്പോൾ ഏത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് ഒബ്ടൈൻ ചെയ്യേണ്ടതെന്ന് പറയണം, എന്തിനെ കുറിച്ചാണ് ഒബ്ടൈൻ ചെയ്യേണ്ടതെന്ന് പറയണം, അത് എന്തിനു വേണ്ടിയിട്ട് ഒബ്ടൈൻ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ടാവണം. ഇപ്പോൾ ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമോ എന്ന് അറിയാനാണ്. അങ്ങനെയാണ് ഒബ്ടൈൻ external confirmation from the lawyer about whether there will be a probable future cash outflow for the company in order to confirm the required amount of provision is reasonable. അല്ലെങ്കിൽ എത്രയാണ് പ്രൊവിഷൻ വെച്ചേക്കുന്നത് റീസണബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ഇനി രണ്ടുപേര് തമ്മിൽ നടത്തിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മളെന്ന് വിളിക്കുക കറസ്പോണ്ടൻസ് വിളിക്കുക. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും കറസ്പോണ്ടൻസ് പറയാം. അപ്പൊ നമുക്ക് രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. അവിടെ നോമിനി എപ്പോഴും ഒരു പാർട്ടി എന്ന് പറയുന്ന ആരായിരിക്കും, ക്ലയന്റ് തന്നെയായിരിക്കും. ഒരു പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിരിക്കും. അപ്പോൾ ഈ 4 പോയിന്റ്സ് നിങ്ങൾക്ക് എല്ലാ കേസിലും ജനറൽ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം മാനേജ്മെന്റുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് പറയാം, റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറയാം, രണ്ടുപേര് തമ്മിലുള്ള കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും പറയാം. ഇനി റീകാൽക്കുലേറ്റ് ഓർ റീപെർഫോം നമുക്ക് എല്ലാ കേസിലും പറയാൻ പറ്റുന്നതാണ്. വേറെവർ ദേർ ഈസ് എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനുള്ള എല്ലാ ഏരിയാസും നമുക്ക് എന്ത് ചെയ്യാനും പറയാം, റീകാൽക്കുലേറ്റ് ചെയ്യാനും പറയാം. ഇപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, കമ്പനി ഒരു റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1,55,000. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം, റീകാൽക്കുലേറ്റ് ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 1,50,000 റിലേറ്റിംഗ് ടു അലൻ കമ്പനി ഇൻ ഓർഡർ ടു കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി. എന്താണോ കൺഫേം ചെയ്യേണ്ടത് അതെന്താന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്ത് പറയാം. ഇനി നമുക്കറിയാം കറണ്ട് ഇയറും പ്രീവിയസ് ഇയർ ഒക്കെ ആയിട്ട് നടത്തുന്ന കമ്പാരിസനെയാണ് എന്താണെന്ന് വിളിക്കാം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് വിളിക്കാം. നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കറണ്ട് ഇയർ ബാലൻസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. എന്നിട്ട് എന്തെങ്കിലും വേരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്താണെന്നുള്ളത് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ അതാ പറഞ്ഞേക്കുന്നത്, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ബൈ പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ബൈ കമ്പയറിംഗ് ഡാഷ് വിത്ത് ദ പ്രീവിയസ് ഇയർ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡേറ്റ പറയാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് വേരിയൻസ് ഉണ്ടോ എന്ന് പറയാൻ, എന്തെങ്കിലും മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയാം. ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ ഒബ്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് എക്സ്പെൻസ് കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഡിപ്രിസിയേഷൻ ചാർജസ് ഇൻക്ലൂഡ് ചെയ്യണം. കമ്പനിയുടെ P&L തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക, ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക, ഒബ്ടൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറയാം. എന്തിനു വേണ്ടിയിട്ടാ, ഇൻ ഓർഡർ ടു കൺഫേം എക്സ്പെൻസ് ഇൻ റിലേഷൻ ടു ഡിപ്രിസിയേഷൻ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L. ഏതാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ബോർഡ് മിനിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും റിവ്യൂ ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണോ ബോർഡ് മീറ്റിംഗ് വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ബോർഡ് മിനിറ്റ്സ് വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലോജിക്കലി ആദ്യമേ ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയേണ്ടത് റിഡൻഡൻസിയുടെ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അത് അനൗൺസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആദ്യം എന്താ ആലോചിച്ച് നോക്കുക, അത് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ എന്താണെങ്കിലും അത് ബോർഡ് മീറ്റിംഗ് വെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അനൗൺസ് ചെയ്യണമെന്നുള്ള കാര്യം. അപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യാൻ പറയാം, review the board minutes in order to confirm whether the company have announced about the redundancy to the employees, which creates a present obligation. ഇനി ഏതെങ്കിലും എക്സ്പെൻസ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്താണോ അതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. എക്സ്പെൻസ് മാത്രമല്ല ഇൻകം ആണെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സച്ച് സെയിൽസ് ഇൻവോയ്സും GDN ഒക്കെ ആയിട്ട് എഗ്രി ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാം. ഇനി നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാം. എന്നിട്ട് ഡിസ്ക്ലോഷേഴ്സ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയാം. സോ ഇങ്ങനെ ഇൻ ടോട്ടൽ 10 പോയിന്റ്സ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനല്ലേ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറയാം,
രണ്ട് പേര് തമ്മിലുള്ള കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. റീകാൽക്കുലേറ്റ് അല്ലെങ്കിൽ റീപെർഫോം ചെയ്ത് നോക്കാൻ വേണ്ടി പറയാം. മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. എക്സ്പെൻസിന്റെ അല്ലെങ്കിൽ ഏതിൻ്റെയാണോ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യേണ്ടത് അതിന്റെ ബ്രേക്ക് ഡൗൺ ഒബ്റ്റൈൻ ചെയ്യാൻ പറയാം. ബോർഡ് മിനിറ്റ്സ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറയാം. എക്സ്പെൻസസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് മാച്ച് ചെയ്യാൻ പറയാം. നോട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും റിവ്യൂ ചെയ്യാൻ പറയാം. സോ ഇത്രയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ്. ഇസ് എ ക്ലിയർ റിവ്യൂ ഓൺ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ എക്സാമിനേഴ്സ് കമന്റ്. സോ പ്രീവിയസ് എക്സാംസിനൊക്കെ 20 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ സബ്സ്റ്റാൻറ്റീവ്സിന്റെ 20 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞു 5 മാർക്സ് എന്ന് പറയുന്നത് റിപ്പോർട്ടിങ്ങിന് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് പോകും. ബാക്കി 15 മാർക്സിനായിരിക്കും സബ്സ്റ്റാൻറ്റീവ്സ് ചോദിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഐ മീൻ നേരത്തെ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻവെൻട്രി, ട്രേഡ് പേയബിൾസ്, റിഡൻഡൻസിനെ കുറിച്ചിട്ടായിരുന്നു. അവിടെ 5 മാർക്സ് വെച്ചിട്ടാണ് ഈച്ച് ഇട്ടായിരുന്നെന്ന് പറഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് സബ്സ്റ്റാൻറ്റീവ്സിനുള്ള മാർക്കിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 1 മാർക്ക് ഈച്ച് വെച്ചിട്ടായിരിക്കും നമുക്ക് സബ്സ്റ്റാൻറ്റീവ്സിന് കിട്ടുക. ഓരോ വാലിഡ് പോയിന്റ്സിനും 1 മാർക്ക് ഈച്ച് വെച്ചിട്ടായിരിക്കും കിട്ടുക. അപ്പം നിങ്ങൾ 5 മാർക്സിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള 5 പോയിന്റ്സ് വെച്ചിട്ട് വേണം ഈച്ച് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് സിനാരിയോ ബേസ്ഡ് ആയിട്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസ് എഴുതണം. അവിടെ റോട്ട് ലേൺഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മാത്രം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ റെലവൻറ്റ് സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നോക്കുക. നമ്മൾ ക്ലയന്റിന്റെ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കണം, ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കണം. സ്പെസിഫിക് ടു ദ സിനാരിയോ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെസിഫിക് പോയിന്റ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. ഇനി അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു, ടെസ്റ്റ് ഓഫ് കൺട്രോൾസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും തമ്മിൽ മാറിപ്പോകരുത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാനായിട്ട് പറ്റണം. അവിടെ ഞാൻ പറഞ്ഞു ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആണ്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ട്രാൻസാക്ഷൻസ് ഓരോന്നും അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ബാങ്ക് റീകൺസിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുന്നത് റിവ്യൂ എ സാമ്പിൾ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ ഇൻ ഓർഡർ ടു കൺഫേം ദേ ആർ പ്രിപ്പയർഡ് ഓൺ മന്ത്ലി ബേസിസ്. മന്ത്ലി ബേസിസിൽ ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബാങ്ക് റീകൺസിലേഷൻ്റെ കോപ്പി നമ്മൾ വാങ്ങുക. അതേ സ്ഥാനത്ത് സബ്സ്റ്റാൻറ്റീവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യാം? വി വിൽ റീകാൽക്കുലേറ്റ് ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻ ഓർഡർ ടു കൺഫേം ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ആക്യുറസി. മാത്തമാറ്റിക്കലി അത് ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ സബ്സ്റ്റാൻറ്റീവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ പർപ്പസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. സബ്സ്റ്റാൻറ്റീവ്സ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ടെസ്റ്റ് ഓഫ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ അപ്രോപ്രിയേറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മളോട് പറഞ്ഞേക്കാണ്, ഇവിടെ സിനാരിയോയ്ക്കകത്ത് ഒരു പർട്ടിക്കുലർ കമ്പനീനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കമ്പനിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് റീറ്റെയിൽ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇയർ എൻഡ് ഇൻവെന്ററി ആയിട്ട് 1.7 മില്യൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചിരുന്നത് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററിനെ കുറിച്ചാണ്. വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി വാല്യുവേഷൻ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെയാണ് തന്നേക്കുന്നത്. സോ വിച്ച് മീൻസ് ദേ ആർ ആസ്കിങ് us അബൌട്ട് എ സ്പെസിഫിക് അസേർഷൻ. അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്ത് ഒരു സ്പെസിഫിക് അസേർഷൻ തരുന്ന സമയത്ത് നമ്മൾ അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെ എഴുതണം, എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. അവിടെ എക്സാമിന് പറഞ്ഞേക്കാണ് സിനാരിയോ വായിച്ചിട്ട് തന്നെ എഴുതണം. ഇവിടെ പ്രത്യേകം നമ്മളോട് സബ്സ്റ്റാൻറ്റീവ് ആണ് ചോദിച്ചേക്കുന്നത്, ടെസ്റ്റ് ഓഫ് കൺട്രോൾ അല്ല. വാല്യുവേഷൻ ആണ് ചോദിച്ചേക്കുന്നത്, അതുപോലെ തന്നെ ഇൻവെന്ററിയുടെ വാല്യുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതുമ്പോൾ ജനറൽ ഇൻവെന്ററിയുടെ എഴുതരുത്, അതിന്റെ വാല്യുവേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് തന്നെ എഴുതണം. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, ഇവിടെ ഓൾറെഡി നമ്മളോട് പറഞ്ഞു ഇവർ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങിച്ച് റീറ്റെയിൽ ചെയ്യുകയാണെന്ന്. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിന്റെയും റോ മെറ്റീരിയൽസിന്റെ ഒക്കെ പോയിന്റ്സിന്റെയും അതിന്റെ വാല്യുവേഷന്റെ കാര്യം കൊണ്ട് എഴുതി വെക്കരുത്, അതിന് മാർക്ക് തരൂല. കാരണം എന്താ, ഈ കമ്പനിക്ക് റോ മെറ്റീരിയൽസും ഇല്ല, വർക്ക് ഇൻ പ്രോഗ്രസും ഇല്ല, കാരണം ഇവർ റീറ്റെയിൽ ബിസിനസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാധനം വാങ്ങിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യു ആർ നോട്ട് റിക്വയർഡ് ടു സ്പെസിഫൈ എനിത്തിങ് റിലേറ്റിംഗ് ടു their raw materials or work in progress. നിങ്ങൾ ആ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, അത് പറഞ്ഞാലേ മാർക്ക് കിട്ടുള്ളൂ. ദെൻ നമ്മളോട് പറയാണ് നിങ്ങൾ എപ്പോഴും പ്രൊസീജിയേഴ്സ് പ്രോപ്പർലി വായിച്ച് മനസ്സിലാക്കണം. പ്രൊസീജിയേഴ്സ് വായിച്ച് മനസ്സിലാക്കി ടൈലേർഡ് ആയിട്ടുള്ള ആൻസർ എഴുതുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടുക. ഇവിടെ കുറേ കാൻഡിഡേറ്റ്സ് റീകാൽക്കുലേറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ബേസിസ് ഓഫ് വാല്യുവേഷൻ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റ് പേറോൾ റെക്കോർഡ്സുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നു. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവർക്ക് സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്താ, ഇവരല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ഇവരുണ്ടാക്കിയ പ്രൊഡക്ട്സ് വാങ്ങുകയാണ് ചെയ്യുന്നത്.
സോ ആ പോയിന്റ്സ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തും സബ്സ്റ്റാൻറ്റീവ്സ് ചോദിച്ചേക്കുന്നുണ്ടോ? കംപ്ലീറ്റ്നെസ് ഓഫ് കമ്പനിയെ കുറിച്ചാണ്. അവിടെ നിങ്ങളോട് പറയുന്നത് ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ ഫോക്കസ് ചെയ്തേക്കുന്ന സ്പെസിഫിക് അസേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന അസേഷനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ്സ് ചെയ്യുന്ന സമയത്ത് അഗൈൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? കംപ്ലീറ്റ്നെസ് റിലേറ്റഡ് അല്ലാത്ത എന്തെങ്കിലും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സ്പെസിഫിക്കലി കംപ്ലീറ്റ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ്സ് തന്നെ എഴുതണം. അതുകൊണ്ടാണ് പറഞ്ഞ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മൾ എഴുതുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എഴുതണം. നമുക്ക് വെൽ റിട്ടേൺ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയാൽ മാത്രമേ 1 മാർക്ക് കിട്ടുള്ളൂ. വെയ്ഗ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. അതുപോലെ തന്നെ സോഴ്സ് ഡോക്യുമെന്റിന്റെ ഒക്കെ പേരും പർപ്പസും എഴുതുന്നുണ്ടാവണം. ജസ്റ്റ് റിവ്യൂ സെയിൽസ് ഇൻവോയ്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്, ഇൻ ഓർഡർ ടു കൺഫേം എന്താണ്, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു അസസ് എന്താണ്, ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് കൂടെ പറയുന്നുണ്ടാവണം. അപ്പോൾ എപ്പോഴും ടു കൺഫേം, ടു അസസ്, ടു എൻഷുർ ഈ ടേംസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? റിഡൻഡൻസി പ്രൊവിഷന്റെ സബ്സ്റ്റാൻറ്റീവ്സ് ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളോട് പറയാണ് റിഡൻഡൻസി പ്രൊവിഷന്റെ സബ്സ്റ്റാൻറ്റീവ്സ് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? റിഡൻഡൻസിയുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പഠിച്ചിരിക്കണം. ഇതിന് ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വേണം നമ്മൾ അവിടെ എഴുതി പോകാനായിട്ട്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാൻ നോക്കുക? സ്പെസിഫിക് ആയിട്ടുള്ളത് തന്നെ എഴുതാനായിട്ട് നോക്കുക. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ട്രേറ്റ് ഫോർവേഡ് പ്രൊസീജിയേഴ്സ് എഴുതുന്നതിന് മാർക്ക് കിട്ടും. അതായത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എഴുതുന്നതിന് മാർക്ക് കിട്ടും. പക്ഷെ അത് മാത്രം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. എപ്പോഴും സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. ഇനി അതേപോലെ തന്നെ നിങ്ങളോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേക്കാണ്, ഈ ഓരോ സാധനങ്ങളും എഴുതുമ്പോൾ നിങ്ങൾക്ക് സിനാരിയോയിൽ തന്നേക്കുന്ന ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കണം. ചിലപ്പം വൺ ഓഫ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ അത് അസസ് ചെയ്തിട്ട് മാത്രമേ എഴുതാവുള്ളൂ. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കറണ്ട് ഇയറിൽ പ്രീവിയസ് ഇയറിലും ഇല്ലാത്ത കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ സേ ഫോർ എക്സാമ്പിൾ കറണ്ട് ഇയറിൽ റിഡൻഡൻസി പ്രൊവിഷൻ ഉണ്ട്. എല്ലാ വർഷവും നമ്മൾ എംപ്ലോയീസിനെ പറഞ്ഞുകൊണ്ടെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഉണ്ടാവില്ല അത്. അപ്പോൾ കമ്പയർ കറണ്ട് ഇയർ റിഡൻഡൻസി പ്രൊവിഷൻ വിത്ത് ആർ ഓഫ് ദി പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് മാർക്ക് കിട്ടൂല. കാരണം എന്താ? പ്രീവിയസ് ഇയറിൽ അങ്ങനെ ഒരു റിഡൻഡൻസി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രൊവിഷനൊക്കെ പോലെ അൺലൈക്ലി ആയിട്ടുള്ള സാധനങ്ങൾ, പ്രീവിയസ് ഇയറിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിന്റെ കമ്പാരിസൺ നേരെ പറയരുത്. പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. ഓക്കെ, സോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഓർത്ത് വെക്കുക, നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ജനറിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജനറിക് ആയിട്ടുള്ളതിനെ ബേസ് ചെയ്ത് മാത്രം നിൽക്കരുത്. ജനറിക് ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തായിരിക്കണം? സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കണം. സോ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എഴുതാനായിട്ട് നോക്കുക. പറഞ്ഞു മനസ്സിലായോ? Is it clear, everyone? Okay. Yes. So we will do one thing now. Let's start with some set of questions from the area of substantives. Okay. Substantives in the base ചെയ്തിട്ടുള്ള questions നമുക്ക് start ചെയ്യാം. So first of all, we will do one thing. നമുക്ക് ഈ Sagittary and Co എന്ന് പറയുന്ന question start ചെയ്യാം. Okay. Sagittary and Co. So അവിടെ നമുക്ക് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് ഏതാണെന്നുള്ളത് നോക്കാം. Describe the substantive procedure the auditor should perform to obtain sufficient appropriate audit evidence in relation to Vega Vista Company's income. Vega Vista Company എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി ഉണ്ട്. സോ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ആരാ വേഗ വിസ്റ്റ കമ്പനി നമുക്ക് മനസ്സിലാവും. It is 1st July 2015. You are an audit manager of Sagittary and Co. And you are in charge of 2 final audits which are due to commence shortly. Vega Vista Company and Canopus Company are both existing clients with a financial year ended 31st March 2015. Vega Vista Company is not-for-profit charitable organization which raises fund for disadvantaged families, and the draft financial statement shows a revenue of 0.8 million. Canopus Company manufactures paint products in 7 factories across the country, and draft financial statements show total equity and liability of 11.6 million. അപ്പോൾ നമ്മളോട് പറഞ്ഞു Sagittary and Co എന്ന് പറയുന്ന ഫേമിന്റെ ഓഡിറ്റ് മാനേജറാണ് നമ്മൾ. നമുക്ക് 2 ഓഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. വേഗ വിസ്റ്റയും കാനോപ്പസ് കമ്പനിയും ഉണ്ട്. രണ്ടും എക്സിസ്റ്റിംഗ് ക്ലയന്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗ വിസ്റ്റ എന്ന് പറയുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അവർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കാനോപ്പസ് കമ്പനി എന്ന് പറയുന്നത് പെയിന്റ് പ്രൊഡക്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യമേ ചാരിറ്റബിൾ ഓർഗനൈസേഷനായ വേഗ വിസ്റ്റേഴ്സ് കമ്പനീനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഈ വേഗ വിസ്റ്റേഴ്സ് കമ്പനിയുടെ ഇൻകം അല്ലെങ്കിൽ റവന്യൂ കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനി IFRS പ്രകാരമാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വേണം നമ്മൾ കൺസിഡർ ചെയ്യാവുന്നത്.
അപ്പോൾ അതിനെ ബേസ് ചെയ്ത് 5 പോയിന്റ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ ഓൾറെഡി നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സിൽ പഠിച്ചതാണ്. റവന്യൂവിനെ കുറിച്ച് സ്പെസിഫിക്കലി പഠിച്ചിട്ടുണ്ട്, റവന്യൂ ആൻഡ് റിസീവ്സിനെ കുറിച്ച് അല്ലാണ്ടും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെയുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. ഹൗവർ ഇതിന് പുറമെ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സും കൂടി കൺസിഡർ ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ആരെങ്കിലും റെക്കോർഡിംഗ് ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആദ്യമേ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുക, എന്നിട്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുക. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ്. സോ നോക്കി, Vega Vista company generates income in number of ways. The main source of income is via annual food and music festival held in September every year. Tickets which cost $35 are sold in 9-month period prior to the event and can be purchased in advance, online, or day of event for the cash. Approximately 15,000 people attended September 2014 event, and more are anticipated for 2015. At the event, there are number of stalls selling food, and charity receives a fixed percentage of the sundry sales. Also, during the festival, volunteers of the charity sign up individuals to make monthly donations. These are paid by bank transfer to the charity. During the audit planning, completeness and cutoff of income was flagged as key audit risk. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ? അപ്പോൾ വേഗ വെസ്റ്റ കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് കുറേ സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ആനുവൽ ഫുഡ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ടിക്കറ്റ് സെയിൽസ് ത്രൂ ആണ് വരിക. $35 വെച്ചിട്ടാണ് ഓരോ ടിക്കറ്റും സെല് ചെയ്യുന്നതിനവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓൺ ദ ഡേ ഓഫ് ദി ഇവൻറ്റും ക്യാഷ് ആയിട്ട് പേ ചെയ്യലുണ്ടെന്ന് പറഞ്ഞു. മൊത്തം 15,000 ആൾക്കാർ ആ ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബറിലുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇയറിൽ കൂടുതൽ ആളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞു ഇവർക്കൊരു സൺട്രി സെയിൽസ് ഉണ്ട്, അതാണ് ഇവരുടെ നോർമൽ ബിസിനസ് ആക്ടിവിറ്റി. ഇവർക്ക് വേറെ സെയിൽ ഉണ്ട്. അത് ഇവർ ഈ പറയുന്ന ഇവൻറ്റ് നടക്കുമ്പോൾ പല സ്റ്റോളും അതേപോലെ തന്നെ വേറെയുള്ള ഷോപ്പുകളൊക്കെ അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. അവർ ഫിക്സഡ് പെർസെൻറ്റേജ് ഇവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. സൺട്രി സെയിൽസിൽ നിന്നപ്പോൾ റവന്യൂ ഉണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ചാരിറ്റി ഡൊണേഷൻസ് കിട്ടും എന്ന് പറഞ്ഞു. വോളണ്ടിയേഴ്സ് ചാരിറ്റി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും അവിടെ വരുന്ന ആളുകളുമായിട്ട്, അവർ മന്ത്ലി ഡൊണേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ആൻഡ് ഈ ഡൊണേഷൻസ് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓഡിറ്റ് നടക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് ഇവരുടെ കംപ്ലീറ്റ്നെസ്സും കട്ട് ഓഫ് ഇൻകം ആണ് പ്രശ്നം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ഇവിടെ? അനലിറ്റിക്കൽ പ്രൊസീജിയർ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം. എന്തുമായിട്ട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ആയിട്ട്. ഓക്കെ, ഫൈൻ. പ്രീവിയസ് ഇയർ ആയിട്ട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാ? പർപ്പസ് എന്താ? പർപ്പസ് എന്താ? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന് പർപ്പസ് എന്താ? ഡിഫറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം സ്പെസിഫിക്കലി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് പറയുന്നതിന് പകരം നമുക്ക് കമ്പാരിസൺ പറയാം. അവിടെ 2 തരത്തിലുള്ള കമ്പാരിസൺ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെയാ? നമുക്ക് ജനറൽ ആയിട്ട് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്ത്? ഓവറോൾ ലെവൽ ഓഫ് റവന്യൂ നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയാം? ടോട്ടൽ റവന്യൂ പ്രയർ ഇയറുമായിട്ടും ബഡ്ജറ്റുമായിട്ടും കമ്പയർ ചെയ്യാൻ പറയാം. സിഗ്നിഫിക്കൻറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് കൂടുതൽ ഇവിടെ സ്പെസിഫിക്കലി പറയാൻ പറ്റുന്ന എന്തായിരിക്കും? നമുക്കിത് വെച്ചിട്ട് പറയാം. ഓക്കെ, ഈ പോയിന്റ് പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഒബ്റ്റെയിൻ സ്കെഡ്യൂൾ ഓഫ് സെയിൽസ് ഫോർ ദി ഇയർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു മെയിൻ പ്രൊഡക്റ്റ് കാറ്റഗറി, കമ്പയർ ദിസ് വിത്ത് ദ പ്രയർ ഇയർ ബ്രേക്ക് ഡൗൺ ആൻഡ് ഫോർ അൺയൂഷ്വൽ മൂവ്മെന്റ്സ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. ഇത് നമുക്ക് എങ്ങനെയാ സിനാരിയോ സ്പെസിഫിക് ആക്കാൻ പറ്റുക? ഇവിടെ മേജർ പ്രൊഡക്റ്റ് കാറ്റഗറി മാറ്റുക. ഇവരുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഏതൊക്കെയാന്ന് പറഞ്ഞേക്കുന്നത്? ഇവർക്ക് ഇൻകം എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ്? ടിക്കറ്റ് സെയിൽസ് ഉണ്ട്, ഡൊണേഷൻസ് ഉണ്ട്, സൺട്രി സെയിൽസിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ വേറെ എന്താ ഉള്ളത്? ചാരിറ്റി റെസിപ്റ്റ്സ് ഉണ്ട് അല്ലെ? ഡൊണേഷൻസ് അല്ലെ, ചാരിറ്റി റെസിപ്റ്റ്സ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇൻ ടോട്ടൽ 3 സോഴ്സ് ഓഫ് റവന്യൂ ഉണ്ട്. ടിക്കറ്റ്സ് ഉണ്ട്, സൺട്രി സെയിൽസ് ഉണ്ട്, ചാരിറ്റി ഉണ്ട്. ഓക്കെ, ഇനി അതൊന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ പോയിന്റ് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക?
ഒബ്റ്റെയിൻ ദ മേജർ കാറ്റഗറി ഓഫ്, പറയേ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാം? ഒബ്റ്റെയിൻ ദ schedule of revenue for the year broken down on the basis of ഏതൊക്കെയായിരുന്നു? ടിക്കറ്റ് സെയിൽസ്, tickets, sundry sales and charity, and compare this to the prior year breakdown, and for any unusual movement discuss with the management about the reasons. Clear ആയോ? yes, ഓക്കെ. ഇനി വേറെ നമ്മളോട് അവരെന്താ പറഞ്ഞേക്കുന്നത്? അവർ പറഞ്ഞു ടിക്കറ്റ് അവർ അഡ്വാൻസ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്, 9 മന്തിലേക്ക് അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ ടിക്കറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓൺ ദ ഡേ ഓഫ് ദി ഇവന്റും അവർ ടിക്കറ്റ് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇവിടെ നമ്മളോട് അവർ സ്പെസിഫിക്കലി പറഞ്ഞു അവർ IFRS പ്രകാരമാണ് ഈ റവന്യൂ എല്ലാം അക്കൗണ്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സ്റ്റാൻഡേർഡ് ആയിരിക്കും വരിക ശരിക്കും? IFRS പ്രകാരം ആകുമ്പോൾ ഇവിടെ ഏത് സ്റ്റാൻഡേർഡാണ് ശരിക്കും കയറി വരിക? 15 IFRS 15. IFRS 15 പ്രകാരം നമുക്ക് എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ആവുന്ന സമയത്ത് മാത്രം. ഇവരുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ticket, ടിക്കറ്റ് ആണ്. ടിക്കറ്റ് ആണോ പെർഫോമൻസ് ഒബ്ലിഗേഷൻ? പെർഫോമൻസ് മ്യൂസിക് ഫെസ്റ്റിവൽ. ആ പറയുന്ന മ്യൂസിക് ഫെസ്റ്റിവൽ ആണ് ഇവരുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ലേ ഇവർക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ നമുക്ക് എന്താ അറിയേണ്ടത്? ഇവര് 9 മന്ത്സ് അഡ്വാൻസ് ആയിട്ട് തൊട്ട് ടിക്കറ്റ് സെല്ല് ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് തൊട്ട് സെല്ല് ചെയ്യുന്ന ടിക്കറ്റിന്റെ റവന്യൂ ശരിക്കും എന്താ ചെയ്യണ്ടേ? ഡെഫേർഡ് ഇൻകം ആയിട്ട് കാണിക്കണം. അപ്പം ഇവരത് കാണിച്ചിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണ്ടേ? yes, അതിന് വേണ്ടിയുള്ള പ്രൊസീജിയർ ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നമുക്ക് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് അതിന് വേണ്ടിയിട്ട് ചെയ്യാം. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ ഓഫ് ലയബിലിറ്റി എടുത്തൂടെ? ബ്രേക്ക് ഡൗൺ ഓഫ് ലയബിലിറ്റി എടുക്കാം, എന്നിട്ട് ഡെഫേർഡ് റവന്യൂ കാണിച്ചിട്ടുണ്ടോ നോക്കാം. ഓക്കെ ഫൈൻ. അതിൽ നല്ലത് എന്താ? നേരെ തിരിച്ച് ചെയ്യുന്നതായിരിക്കും അല്ലേ? revenue level, നമ്മൾ എന്ത് ചെയ്യുക? സാമ്പിൾ ഓഫ് ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് സെയിൽ ചെയ്തേക്കുന്ന എടുക്കുക, എന്നിട്ട് അത് എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ പറയാം. ഡെഫേർഡ് ഇൻകത്തിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നോക്കാൻ പറയാം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. അപ്പൊ നമ്മൾ എന്ത് പറയാം? ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എങ്ങനെ പറയാൻ പറ്റുക? ഇൻസ്പെക്ട് എ സാമ്പിൾ ഓഫ് ടിക്കറ്റ്സ് that are sold in advance and agree And- to the deferred income in order to confirm whether the ticket sold in advance has been recognized as deferred income for the year. Clear ആയോ? yes, ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഇതിപ്പോ സെക്കൻഡറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം കയറി പറഞ്ഞത്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താ? ഇവരെങ്ങനെ ഇത് അക്കൗണ്ട് ചെയ്യുന്നത് മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? മാനേജ്മെന്റുമായിട്ട് അല്ലെങ്കിൽ ഫിനാൻസ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. അഡ്വാൻസ് ആയിട്ട് സെയിൽ ചെയ്യുന്ന ടിക്കറ്റ് അവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? IFRS 15 റവന്യൂ പ്രകാരം തന്നെയാണ് അക്കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് അബൌട്ട് the revenue recognition policy of the company in order to confirm whether the revenue received by the sale of advance tickets are being recognized as deferred income as per IFRS 15. Clear ആയോ? ഒന്നുകൂടെ പറയാം. Discuss with the management of Vega Vistas company about the revenue recognition policy of the company in order to confirm whether the revenue received from sale of tickets in advance are recognized as deferred income in accordance with IFRS 15. Clear ആയോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ. നമുക്ക് എന്ത് രാഷണൽ ബേസിലാണ് ഇവര് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തത് ടു കൺഫേം? മറ്റേ IFRS 15 വെച്ചിട്ടാണോ നമുക്ക് നോക്കാൻ പറ്റുമോ? റാഷണൽ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? അസംഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, മനസ്സിലായോ? റീസൺസ് ചോദിക്കുന്നതാണ്. നമുക്ക് ഇവിടെ അറിയേണ്ടത് റീസൺ അല്ല, അവരുടെ പോളിസി അല്ലേ അറിയേണ്ടത്. റവന്യൂ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് പോളിസി അല്ലേ. അപ്പൊ പോളിസി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിസി എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ വേറെന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ അവർ നിങ്ങളോട് പറഞ്ഞു 15,000 പീപ്പിള് ഈ പറയുന്ന ഇവന്റ് അറ്റൻഡ് ചെയ്തു. ടിക്കറ്റിന്റെ
സെല്ലിംഗ് പ്രൈസ് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ? റീകാൽക്കുലേറ്റ്. എന്താ റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ടിക്കറ്റിനായിട്ട് റവന്യൂ. Recalculate the total revenue from the ticket sales by considering ticket price and എന്താ നമുക്ക് അവിടെ ഉള്ളത്? people attend. Number of people attended for the event. എന്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും? Revenue from tickets. ടോട്ടൽ റവന്യൂ മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ? റീകാൽക്കുലേറ്റ് ദ ടോട്ടൽ റവന്യൂ by considering average ticket sales of 15,000 multiplied by the ticket price of $35 in order to confirm mathematical accuracy of the revenue from ticket sales. Clear ayo? Is that clear everyone? Yes, sir. Okay. പിന്നെ നമുക്ക് വേറെ എന്താ ചെയ്യാനായിട്ടുണ്ട്? ഇവിടെ ചാരിറ്റി കോൺട്രിബ്യൂഷൻ റവന്യൂ ഉള്ളത്. സോറി, ഇവിടെ ടിക്കറ്റ്സ് സെൽ ചെയ്തതിന്റെ എന്തെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും? ടിക്കറ്റ് സെല് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം അവിടെ? സാമ്പിൾ ഓഫ് സെയിൽസ് ട്രാൻസാക്ഷൻ. നമ്മുടെ കമ്പനിയുടെ ബുക്സിംഗ് എടുത്തിട്ട് എന്തുമായിട്ട് എഗ്രി ചെയ്യാൻ പറയാം? ടിക്കറ്റുമായിട്ട് എഗ്രി ചെയ്യാനായിട്ട് പറയാം. ആക്ച്വൽ സെയിൽസ് നടന്നാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതായിരുന്നു നമ്മൾ ഇവർക്ക് ചാരിറ്റി കോൺട്രിബ്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചാരിറ്റി കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളത് പറഞ്ഞേക്കുന്നത് അവർ പറഞ്ഞു ചാരിറ്റി ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചാരിറ്റി അതുപോലെ തന്നെ ചാരിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കും അതിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞു. അതായത് ഇവരെ കൊണ്ട് സൈൻ അപ്പ് ചെയ്യിച്ചിട്ട് അതിന്റെ ബേസിസിലാണ് കോൺട്രിബ്യൂഷൻസ് വരുന്നതെന്ന് പറഞ്ഞു. അവിടെ എന്തായിരിക്കും കൺഫേം ചെയ്യാനുണ്ടാവോ? എന്തെങ്കിലും സൈൻ ചെയ്യാനുണ്ടാവോ? സോറി, ബാങ്ക് ട്രാൻസ്ഫർ ലിസ്റ്റിംഗ് വഴി. ബാങ്ക് ട്രാൻസ്ഫർ ലിസ്റ്റിംഗ് വഴി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയായിരിക്കും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും? മൊത്തം പ്രൊസീജിയർ ആയിട്ടൊന്ന് പറയുമോ? എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? എഗ്രി എ സാമ്പിൾ ഓഫ് ചാരിറ്റി ഡൊണേഷൻസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്. bank statements in order to confirm whether the company have actually received donation from the people who have signed up charity contract with the Vega Vistas company. Clear ayo? Okay. ഇനി ഡൊണേഷൻസ് ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എത്ര പേര് ഡൊണേഷൻസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ഡൊണേഷൻ സൈൻ അപ്പ് എഗ്രിമെന്റ് നോക്കിയാൽ പോരെ? ഓക്കെ, അത് വെച്ചിട്ട് പറയാം. ക്ലിയർ ആയോ? ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിന്റ്സ് ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ഓരോന്നും പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം സിനാരിയോ സ്പെസിഫിക് ആക്കാൻ നോക്കിയോണ്ടാണ് ഇങ്ങനെ പോയിന്റ്സ് പറഞ്ഞു പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള പോയിന്റ്സും പറയാനായിട്ട് നോക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ മക്കളെ? ഇനി ഹലോ അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ വേണം എന്ത് ഹലോ ചെയ്യാം? സാർ. പറഞ്ഞോ. സാർ നമുക്ക് ഇതില് മറ്റേ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് ഫ്രം മറ്റേ സെയിൽ ഉണ്ടല്ലോ 35 രൂപ വെച്ചിട്ടുള്ളത്. ആ. അത് നമുക്ക് ജനറൽ ലെഡ്ജറുമായി ഇത് അഗ്രി ചെയ്യുവാണെങ്കിൽ നമുക്ക് മറ്റേ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അത് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അതിന് അതൊക്കെ നമുക്ക് വാൽ ജനറൽ പോയിന്റ് ആയിട്ട് ആണോ എഴുതാൻ അത്? പറ്റുന്ന പോയിന്റ്സ് തന്നെ കേട്ടോ. അതൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു. ജനറൽ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്താൽ നമ്മൾ പഠിച്ചു വെച്ച് തന്നെ എഴുതി പോയാൽ മതി. ഓക്കെ, എപ്പോഴും പ്രയോറിറ്റി അപ്പൊ അത് സിനാരിയോ സിനാരിയോ വരില്ലേ? ഏതാ? അത് സിനാരിയോ വരില്ലേ അപ്പം? അത് സിനാരിയോയിൽ വരൂടാ. അതിന്റെ താഴെ നമ്മൾ അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് $35 എന്നുള്ള ഫിഗർ മാത്രമല്ലേ? മനസ്സിലായോ? നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് മാക്സിമം സിനാരിയോ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് മാത്രമാണ്. ക്ലിയർ ആയോ? പിന്നെ ബാക്കിയുള്ള എല്ലാ എക്സ്ട്രാ പോയിന്റ് എടുക്കുമ്പോൾ ഏതാ മാർക്ക് കിട്ടുമായിരിക്കുമോ? സിനാരിയോ സ്പെസിഫിക് അല്ലാതെ സ്ട്രേറ്റ് അവേ ഉള്ള പോയിന്റ്സ് എഴുതിയാലും മാർക്ക് കിട്ടും. പക്ഷെ കംപ്ലീറ്റ്ലി അങ്ങനെ ആയി പോകരുത്. സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സിന് ഇതിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക. മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിന് പുറമെ ഡിസ്ക്ലോഷേഴ്സിന്റെ പോയിന്റ്സ് നമുക്ക് പറയാം. ഡിസ്ക്ലോഷേഴ്സിന്റെ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് സാമ്പിൾ ഓഫ് ജേണൽസ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇനി അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻകം ഫ്രം സൺട്രി സെയിൽസ് പറഞ്ഞിട്ട് ഫിക്സഡ് പെർസെൻറ്റേജാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് അത് റീകാൽക്കുലേറ്റ് ചെയ്യാൻ വേണം പറഞ്ഞൂടെ? റീകാൽക്കുലേറ്റ് റവന്യൂ ഫ്രം സൺട്രി സെയിൽസ് കൺസിഡറിങ് ദ ടോട്ടൽ
revenue from each of the stall multiplied by the percentage of revenue contribution. അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് സൺട്രി സെയിൽസ് കൺഫേം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് കട്ട് ഓഫ് നോക്കാൻ പറയാൻ പറ്റില്ലേ? കട്ട് ഓഫ് നോക്കാൻ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഡെഫേർഡ് ഇൻകത്തിന്റെ ഒക്കെ കട്ട് ഓഫിന്റെ പോയിന്റ്സ് തന്നെയാണ്. കട്ട് ഓഫ് അല്ലാണ്ട് സ്പെസിഫിക്കലി പറയാം. കട്ട് ഓഫ് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റാം? പ്രീ ആൻഡ് പോസ്റ്റ് ഇയർ. ടിക്കറ്റ് സെയിൽസ് നോക്കാനായിട്ട് പറയാം. എന്നിട്ട് കറക്റ്റ് പീരീഡിൽ തന്നെയാണോ ഡെഫേർഡ് ഇൻകവും റവന്യൂ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് കൺഫേം ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രൊസീജിയേഴ്സ് പറഞ്ഞു പോവുക ഫ്രം വേഗ ബിസിനസ് കമ്പനി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. സെക്കൻഡ് കേസ് നോക്കാം. കാനോപ്പസ് കമ്പനിയുടെ അവിടെ പ്രൊവിഷന്റെ കാര്യം പറഞ്ഞേക്കുന്നത് വിച്ച് ഇസ് കമ്പാരിറ്റീവ്ലി ഈസി. അവിടെ പറഞ്ഞേക്കുന്നത് നോക്കി കഴിഞ്ഞാൽ മീനിങ് ഇന്റർപ്രിറ്റ് ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അപ്പോൾ നമ്മളോട് അവിടെ റീസ്ട്രക്ചറിംഗ് പ്രൊവിഷന്റെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത് ഫോർ 5 marks. Canopus company recently announced plans to fundamentally restructure its production process due to change in focus on company's operations. It has included a 2.1 million restructuring provision in the draft financial statements. Restructure involves refurbishment of factories, purchase of new plant and equipment, and retraining of the existing staff. These plans are finally agreed to the board meeting in March 2015 and announced to the shareholders and employees just before the year end. അപ്പോൾ നമ്മളോട് പറഞ്ഞു കെനോപ്പസ് കമ്പനി അവർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പോവാണ്? റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കമ്പനിയുടെ ഓപ്പറേഷൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.1 million റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ അവർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. റീസ്ട്രക്ചറിങ് നടക്കുന്ന സമയത്ത് അവരുടെ ഫാക്ടറി ഒക്കെ റീഫർബിഷ് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ടുള്ള പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് വാങ്ങുന്നുണ്ട്, സ്റ്റാഫിന് റീട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആൻഡ് ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടാണ് ഫൈനൽ പ്ലാനുകളൊക്കെ എഗ്രി ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഷെയർ ഹോൾഡേഴ്സിനെയും എംപ്ലോയീസിൻ്റെ അടുത്ത് ഇയർ എൻഡ് ആയപ്പോഴത്തേക്ക് ഇത് അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ലോജിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നതെന്ന് സ്പെസിഫിക് ടു ദ സിനാരിയോ. ഒരു 5 minutes ഒന്ന് പ്ലാൻ ചെയ്തേ. സോ ഒന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടി വരിക? ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്തു പറയാം. ബോർഡ് മിനിറ്റ്സ് എന്തിനു വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യുന്നത്? പ്ലാൻ ചെയ്തിട്ടുണ്ടോ നോക്കാം. അതായത് ഈ പർട്ടിക്കുലർ റീസ്ട്രക്ചറിങ് പ്ലാൻ അവർ അപ്രൂവ് ചെയ്താണോ അതുപോലെ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ ബിഫോർ ദി ഇയർ എൻഡ് എന്ന് കൺഫേം ചെയ്യാൻ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ പറ എങ്ങനെയായിരിക്കും അത് പറയേണ്ടത്? റിവ്യൂ board minutes in order to confirm whether the board of directors have decided to restructure existing operations and the restructuring have been announced before the year end. പിന്നെ അടുത്തെന്തായിരിക്കും ചെയ്യേണ്ടി വരിക? എൻക്വയറി ചെയ്തോട്ടെ അവരോട് സോറി എന്താ എൻക്വയറി ഉണ്ട്? അവരോട് അനൗൺസ് ചെയ്തിട്ടുണ്ടോ? റിഡൻഡൻസി അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എൻക്വയറി ചെയ്യാൻ പറയാം. എൻക്വയറി ചെയ്യുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ നമ്മളെപ്പോഴും റിലയബിലിറ്റി ഓഫ് എവിഡൻസ് നോക്കിയിട്ട് തന്നെ പറയാം. അവിടെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? എന്തായിരിക്കും അവിടെ നോക്കാൻ പറ്റുക? ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. രണ്ടുപേരും തമ്മിൽ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടോ എന്ന് എന്തായിരിക്കും അറിയാൻ പറ്റുക? കറസ്പോണ്ടൻസ്. നിങ്ങൾ ആലോചിച്ച് നോക്കി ഞാൻ പറയാൻ നിൽക്കാറുണ്ട്. അവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? റിവ്യൂ കറസ്പോണ്ടൻസ് വിത്ത് ദ എംപ്ലോയീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് in order to confirm whether redundancy have been announced to the shareholders and employees before the year end, which creates a present obligation for the company. പിന്നെ ഇവർ 2.1 million റീസ്ട്രക്ചറിംഗ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തായിരിക്കും ചോദിക്കാൻ പറ്റുക? ചോദിക്കാം. നിങ്ങൾക്ക് എന്തായിരിക്കും ചോദിക്കാൻ പറ്റുക? എങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുക? Discuss with management or rational on the basis that they believe the 2.1 million is appropriate. അവിടെ കഴിഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ പ്രൊസീജിയറും ഡോക്യുമെന്ററി ഇൻഫർമേഷൻ ആയിട്ടുള്ള എന്ത് പേർപ്പസ് വേണ്ടിയിട്ട് അത് ചോദിക്കുന്നത്? In order to confirm the provision is reasonable. പെർഫെക്റ്റ്. അതും കൂടെ വന്നു കഴിയുമ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പറയാം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് they have determined the restructuring provision of 2.1 million for Canopus company to confirm whether it is reasonable. ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവിടെ 2.1 million പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? റീകാൽക്കുലേറ്റ് ദ redundancy of 2.1 million in order to confirm the mathematical accuracy. Okay. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പറ്റും.
എന്തിനു വേണ്ടിയിട്ടാ? ഫസ്റ്റ് ഇയർ ആൻഡ് ആ ആക്ച്വൽ പേയ്മെന്റ് ചെയ്തിനോ നോക്കാം. ആക്ച്വൽ പേയ്മെന്റ് എത്രയാണ് ചെയ്തിരുന്നതെന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കണം അത്? എടാ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലേതാ? കറണ്ട് ഇയറിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി എത്ര രൂപ ഇവർ ശരിക്കും പേ ചെയ്തെന്ന് അറിയാൻ പറ്റുമോ? ഫസ്റ്റ് ഇയർ ആൻഡ് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പറയണം? പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് പറയണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? റിവ്യൂ ദ പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് in order to understand the amount of cash outflow that have been arisen as a result of the restructuring to determine whether the provision determined is appropriate. Clear ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കാം. എത്രയാണ് ക്യാഷ് ഔട്ട്ഫ്ലോസ് അയക്കുന്നത് റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയാം? റീസ്ട്രക്ചറിങ് പ്രൊവിഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയാം. റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ റീസണബിൾ ആണോ എന്ന് അറിയാൻ. ക്ലിയർ ആയോ? അതൊരു അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണല്ലേ? ഏതാ? പ്രൊവിഷന്റെ ഫിഗർ നമ്മൾ പിന്നീട് നോക്കിയിട്ട് ഇയർ എൻഡിൽ മാറ്റുന്നത്. നമ്മളെപ്പോഴും റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട്സ് ആയിരിക്കണം വെക്കുന്നത്. അതായത് ഇയർ എൻഡ് സമയത്ത് എസ്റ്റിമേറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാനാണ് ഇയർ എൻഡിന് ശേഷമുള്ള ബാലൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് കമ്പനി പറഞ്ഞു 2.1 മില്യൺ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞു. ഇയർ എൻഡ് കഴിഞ്ഞപ്പോൾ അവർ പക്ഷേ നേരെ എടുത്ത് 4 മില്യൺ സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പ്രൊവിഷൻ എത്രയുടെ തന്നെ വെക്കേണ്ടി വരും? 4 മില്യൻ്റെ തന്നെ വെക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ഇനി റീസ്ട്രക്ചറിങ്ങിനകത്ത് എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ടാവും എന്ന് അവർ പറയുന്നത്? റീഫർബിഷ്മെന്റ് ഫാക്ടറി ഉണ്ടാവും, പർച്ചേസ് ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഉണ്ടാവും, റീട്രെയിനിങ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ഉണ്ടാവും. ഇതിനകത്ത് ഏതെങ്കിലും എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ പ്രൊവിഷൻ്റെ അകത്ത്? ന്യൂ പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂലേ? പുതിയ ട്രെയിനിങ് ആണോ? സ്റ്റാഫ് റീട്രെയിനിങ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? സ്റ്റാഫ് റീട്രെയിനിങ് കോസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ട്രെയിനിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ പ്രൊവിഷന്റെ ഭാഗമായിട്ട്? ഇല്ല. അപ്പോൾ നമുക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യണ്ടേ? അവർ ഈ പ്രൊവിഷൻ്റെ അകത്ത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല. അവർ പറഞ്ഞു 2.1 മില്യൺ റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ അവർ വെച്ചിട്ടുണ്ട്. ആൻഡ് റീസ്ട്രക്ചർ ആവാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതിന് കോസ്റ്റ് ഇതിനൊക്കെ ആയിരിക്കും വരിക എന്ന് പറഞ്ഞു. അത് നമുക്കിവിടെ കൺഫേം ചെയ്യുന്നത് എന്താ? റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ്റെ അകത്ത് 2.1 മില്യൺ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് കൺഫേം ചെയ്യണം. സാധാരണ നിങ്ങളോട് ഒരു സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ എന്ത് ചെയ്യാൻ ഞാൻ പറയല്? അതായത് 2.1ന്റെ അകത്തൊരു കാര്യം സാധാരണ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ എന്താ മക്കളെ ചെയ്യേണ്ടത്? ബ്രേക്ക് ഡൗൺ ഓഫ് 2.1 മില്യൺ എടുക്കണം അല്ലേ? അപ്പൊ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് കൺഫേം ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും എടുത്താൽ മതി. ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കിയാൽ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് restructuring provision of 2.1 million in order to confirm that the expenses in relation to retraining of existing staff is excluded from the provision. Clear ayo? Yes. Obtain the breakdown of restructuring provision of 2.1 million in order to confirm that the expenses in relation to the retraining of existing staff has been excluded from the provision. Clear ayo? അതിന് വേണമെങ്കിൽ കൺഫർമേഷനും വാങ്ങിക്കൂടെ മാനേജ്മെന്റിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? എടാ അഗെയിൻ നമ്മളവിടെ പറയുന്നത് റിലയബിലിറ്റി വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഏതായിരിക്കും ഹൈയസ്റ്റ് വരിക? നമ്മൾ തന്നെ ബ്രേക്ക് ഡൗൺ ഒബ്റ്റെയിൻ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറയാം? എന്തൊക്കെയാണ് കോമ്പണൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. എന്നിട്ട് അവസാനം എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ പ്രൈമറി ആയിട്ട് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? നമ്മൾ തന്നെ ചെക്ക് ചെയ്യുന്ന ഇന്റേണൽ എവിഡൻസുകൾക്കായിരിക്കും, എക്സ്റ്റേണൽ എവിഡൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓഡിറ്റർ ഡയറക്ട്ലി ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിഡൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒറിജിനൽ ഡോക്യുമെന്റ്സിനായിരിക്കും. ആ റിലയബിലിറ്റി ബേസിസിൽ ഇപ്പോഴും പറഞ്ഞു പോകാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. റീട്രെയിനിങ് കോസ്റ്റ് എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? റീട്രെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്ത് നോക്കി, നമ്മളെപ്പോഴും ഒരു അസറ്റിന് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ട്രെയിനിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സീക്വന്റ്ലി വരുന്ന എക്സ്പെൻഡിച്ചറാണ്. നമ്മളെപ്പോഴും ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ആക്ച്വൽ പേർപ്പസ് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ മാത്രമേ ഡയറക്ട്ലി അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഇവന്റുമായിട്ട് ഡയറക്ട്ലി അട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? പ്രൊവിഷൻ വെക്കുന്നുണ്ടാവുക. മനസ്സിലായോ? ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിസ്ക്ലോസേഴ്സ് ആണ്. അപ്പൊ നമുക്കത് പറഞ്ഞൂടെ?
അപ്പൊ എന്താ പറയാൻ പറ്റുക? Review the disclosures in relation to redundancy provision in order to confirm whether they are in accordance with IAS 37 provision, contingent liabilities and contingent assets. പറയാം. Clear ആയോ? Yes. Okay. സാർ ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത എമൗണ്ടിന് കണ്ടീഷൻ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തോ നോക്കാം, അങ്ങനെ പറയാൻ പറ്റില്ലേ? പറയാം, പക്ഷെ നമ്മളോടിപ്പോ പ്രൈമറിലി ചോദിച്ചേക്കുന്ന പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഷന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് മെയിൻലി ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ. ഇനി ബാങ്ക് ലോൺ ആണ് അടുത്ത് ചോദിച്ചേക്കുന്നത്. ഇറ്റ്സ് എ പ്രിറ്റി ഈസി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഡയറക്റ്റ്. Describe the substantive procedure auditor should perform to obtain sufficient appropriate audit evidence in relation to Canopus Company's bank balance. Canopus Companyയുടെ ബാങ്ക് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ബാങ്ക് ബാലൻസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് നോക്കിയേ. In readiness for the operational changes, directors of Canopus Company decided to restructure company's bank loan. As a result, several long-term loans were repaid early, and a new 10-year loan of 4.8 million was taken out on 1st Jan 2015. Repayment of 150,000 are due quarterly in arrears, which includes interest. നമ്മുടെ കമ്പനിയുടെ ഇയർ എൻഡ് എന്ന് പറയുന്നത് എന്താ? 31st March 2015 ആണ് ഇയർ എൻഡ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു കറണ്ട് ഇയറിൽ അവർ കുറേ ലോൺ തിരിച്ച് റീപേ ചെയ്തിട്ടുണ്ട്, പുതുതായിട്ട് ഒരു ലോൺ എടുത്തിട്ടുമുണ്ട്. ആ ലോൺ 1st Jan 2015 എടുത്തതെന്ന് പറഞ്ഞു. ക്വാർട്ടർലി റീപേയ്മെന്റ്സ് ആണ് അവർ ചെയ്യേണ്ടത്. 150,000 വെച്ചിട്ടാണ് ഓരോ ക്വാർട്ടറിലും റീപേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സോ ബേസിക്കലി ഇവിടെ നമ്മളോട് ലോണിന്റെ സബ്സ്റ്റാൻറ്റീവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചതായിരുന്നോ? ആണ് അല്ലേ? ബാങ്ക് ലോണിന്റെ നമ്മൾ സബ്സ്റ്റാൻറ്റീവ്സ് പഠിച്ചതായിരുന്നു. സോ ഇവിടെ അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? ലോൺ എടുത്തിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ലോൺ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? റീപേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക? എന്തൊക്കെയായിരിക്കും പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുക? പേയ്മെന്റ് നടന്നിട്ടുണ്ടെന്ന് അറിയാന് ബോർഡ് മിനിറ്റും ക്യാഷ് ബുക്കും റിവ്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് പറയാം? റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ആൻഡ് ക്യാഷ് ബുക്ക് ഇൻ ഓർഡർ ടു കൺഫേം that all additions and repayments of loan made during the year have been recorded. ഇനി നമുക്ക് അവിടെ സ്പെസിഫിക്കലി എന്ത് പറയാം? അവിടെ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ട് നോക്കുക. ഇതിപ്പോ ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ച പോയിന്റ് ഇല്ലായിരുന്നു. ഇതെങ്ങനെയാ സിനാരിയോ സ്പെസിഫിക് ആക്കാൻ പറ്റാം? റിവ്യൂ ബോർഡ് മിനിറ്റ്സ് ആൻഡ് ക്യാഷ് ബുക്ക് ഓഫ് ഡാഷ് കമ്പനി. നമ്മുടെ ഈ കമ്പനി അതായത് കെനോപ്പസ് കമ്പനി അല്ലേ? ഓഫ് കെനോപ്പസ് കമ്പനി in order to confirm that addition of new loan of 4.8 million and all the repayment of existing loans have been recorded. Clear ആയോ? ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, ജസ്റ്റ് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് പറയാം കേട്ടോ. നമ്മളപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ? കമ്പനിയുടെ പേരും അഡീഷൻ ഓഫ് ലോണിന്റെ ഫിഗറും റീപേയ്മെന്റിന്റെയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ വേറെ എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ? ഇത് വെച്ച് തന്നെ കൺവേർട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റും റീപേയ്മെന്റ് ടേംസ് ഒക്കെ കൺഫേം ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ട് എന്തായിരിക്കും നോക്കാൻ പറ്റുക? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ ഏതായിരുന്നു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമ്മൾ പറഞ്ഞു? ലോൺ എഗ്രിമെന്റ് അല്ലായിരുന്നു പറഞ്ഞേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് അവിടെ പറയാം റിവ്യൂ അല്ലെങ്കിൽ എക്സാമിൻ എന്താ ചെയ്യാൻ പറ്റുക? ദ ലോൺ എഗ്രിമെന്റ് ഇൻ റിലേഷൻ ടു ദ ന്യൂ ലോൺ ഓഫ് 4.1 million in order to confirm, 4.8 million in order to confirm the repayment terms, the agreed interest rate, any security provided. Clear ആയോ? ഓക്കെ, പിന്നെ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കറണ്ട് ഇയറിലുള്ളതൊക്കെ കറക്റ്റ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ പോയിന്റ് വെച്ച് തന്നെ എഴുതിയ പോരെ? വെരിഫൈ ദ ഇൻട്രസ്റ്റ് ചാർജ് ഫോർ ദ പീരിയഡ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് and supporting agreements and consistent with the known interest rate and consider the adequacy of accrued interest for the year. പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? പുതിയ ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോണിന്റെ നമ്മൾ എന്തെങ്കിലും വേറെ അഡീഷണൽ ചെയ്യാനുണ്ടോ? കമ്പനി ഹാവ് ടേക്കൻ എ ന്യൂ ലോൺ ഡ്യൂറിംഗ് ദി ഇയർ. എന്താ ചെയ്യാൻ പറ്റുക? കറന്റ് ലയബിലിറ്റി. കമ്പനി ലോണിന്റെ റീപേയ്മെന്റ് അവിടെ കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണ്ടേ? റീപേയ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും?
ഇൻട്രസ്റ്റ് റേറ്റും വരുന്നുണ്ടാവും, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റീപേയ്മെന്റും വരുന്നുണ്ടാവും. അതിന്റെ സ്പ്ലിറ്റ് അപ്രോപ്രിയറ്റ്ലി ചെയ്യണ്ടേ? ഓക്കെ, അതെങ്ങനെയായിരിക്കും നമുക്ക് കാണിക്കാൻ പറ്റുക? ലോണിന്റെ റീപേയ്മെന്റ് വരുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്ത് P&L വരുമോ മക്കളെ? ലോണിന്റെ റീപേയ്മെന്റ് വരുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റീപേയ്മെന്റ് P&L വരുമോ? P&L എന്ത് മാത്രമേ വരിക? ഇൻട്രസ്റ്റ് എമൗണ്ടിന്റെ റീപേയ്മെന്റ് മാത്രമല്ലേ വരുള്ളൂ, ഫിനാൻസ് കോസ്റ്റ് മാത്രമല്ലേ വരുള്ളൂ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മാത്രമല്ലേ കാണിക്കാം. അപ്പൊ അത് നമുക്ക് നോക്കിക്കൂടെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? റീകാൽക്കുലേറ്റ് ദ സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഫിനാൻസ് കോസ്റ്റ് ആൻഡ് ദ principal repayment in order to confirm that the finance cost has been appropriately included in the statement of P&L for the year and repayment of principal amount is reduced from the total loan outstanding. Clear ayo? Clear ayo? Okay. ഇനി അടുത്തെന്തായിരിക്കും ചെയ്യാൻ പറ്റുക? എത്രയാ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? ബാങ്കിന്റെ അടുത്ത് കൺഫർമേഷൻ. ബാങ്കിന്റെ അടുത്ത് കൺഫർമേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ പറയാം? ഒബ്റ്റെയിൻ സ്റ്റാൻഡേർഡ് ബാങ്ക് കൺഫർമേഷൻ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ഇയർ എൻഡ് ആൻഡ് ടു കൺഫേം ദാറ്റ് ദ ടോട്ടൽ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ ഈസ് ഓൺലി 4.8 million. ക്ലിയർ ആയോ? ബാങ്കിന്റെ കൺഫർമേഷൻ വാങ്ങാൻ പറയാം. പിന്നെ ലോണുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കോവനൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടേ? അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക? എല്ലാ കോവനൻസും കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുക? ഡിസ്ക്ലോഷേഴ്സ് നോക്കണം, അതുപോലെ തന്നെ എന്ത് നോക്കണം? ലോൺ Agreement. എഗ്രിമെന്റ് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയാം? റിവ്യൂ ദ ലോൺ എഗ്രിമെന്റ്സ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എക്സിസ്റ്റിംഗ് ലോൺ കോവനൻസ് ഇൻ റിലേഷൻ ടു ദ ന്യൂ ലോൺ and review the financial statements in order to confirm whether adequate disclosures in relation to the loan and related covenants are appropriately provided. പിന്നെ നോർമൽ ഡിസ്ക്ലോഷേഴ്സിന്റെ പോയിന്റ് നിങ്ങൾക്ക് പറയാം. ഇനി ഇതിന് പുറമെ നമ്മൾ പഠിച്ച ഏതെങ്കിലും എഴുതാം. ഏതാ? 150,000 പേ ചെയ്തിട്ടുണ്ടോന്ന് നോക്കണ്ടേ? ഫസ്റ്റ് 150,000 പേ ചെയ്തിട്ടുണ്ടോ നോക്കണം. അതെങ്ങനെ നോക്കാൻ പറ്റാം? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയാല്. ഓക്കെ, അതായത് അവര് അരിയസിലാണ് പേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. 150,000 ഡ്യൂ ഫോർ പേയ്മെന്റ് ആയിരിക്കുമല്ലോ കറണ്ട് ഇയറിൽ. അതെന്തുകൊണ്ടാണ്? ഫസ്റ്റ് ജാനിലാണ് അവർ ലോൺ എടുത്തേക്കുന്നത്, ക്വാർട്ടർലി ആണ്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എവിടെ കൊടുക്കേണ്ടി വരും? മാർച്ച് ആകുമ്പോഴത്തേനും ഫസ്റ്റ് റീപേയ്മെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റീപേയ്മെന്റ് ചെയ്തായിരുന്നു എന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്ത് നോക്കാൻ പറയാം? എന്ത് നോക്കിയാലേക്ക് റീപേയ്മെന്റ് ചെയ്തെന്ന് അറിയാൻ പറ്റാ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. റീപേ ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്തായിട്ട് കാണിക്കണം? അക്രൂവൽ ആയിട്ട് കാണിക്കണം. അപ്പൊ അത് അക്രൂവൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടോ നോക്കാൻ പറയാം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? റിവ്യൂ ദ അല്ലെങ്കിൽ ഇൻസ്പെക്ട് ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം ദ റീപേയ്മെന്റ് ഓഫ് 150,000 ഡ്യൂ ഫോർ പേയ്മെന്റ് ഇൻ ദ മന്ത് ഓഫ് മാർച്ച് ഈസ് പെയ്ഡ് ആൻഡ് ഇഫ് നോട്ട് കൺസിഡർ വെദർ ഇറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ആസ് എ അക്രൂവൽ ഫോർ ദി ഇയർ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാം? അതേപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സ് ഫോർ നോൺ കറന്റ് ലയബിലിറ്റി കറക്റ്റ് ആണോ, ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് തന്നെയാണോ, ബോറോയിങ് കറക്റ്റ് ആയിട്ട് കറന്റ് ആൻഡ് നോൺ കറന്റ് ലയബിലിറ്റി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറയാം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന പ്രൊസീജിയേഴ്സ്. പ്രോപ്പർലി മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന സബ്സ്റ്റാൻറ്റീവ്സ് എന്ന് പറയാം. പ്രോപ്പർലി മനസ്സിലായ എല്ലാവർക്കും? സോ ആ ഒരു ക്വസ്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് വാസ് മോർ ഇൻ ടു ദ സിനാരിയോ, പ്യൂർലി സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു നമ്മളോട് ആ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റാൻറ്റീവിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ സർ, ഈ തേർഡ് ക്വസ്റ്റ്യന്റെ അടിയിൽ ഒരു പോയിന്റ് തന്നിട്ടില്ല, അത് നമ്മൾ എപ്പോഴാണ് നോക്കണ്ടേ? ഏതാ? ഈ ബാങ്ക് ലോൺസിന്റെ അടിയിൽ ഒരു ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് കനോപ്പസ് കമ്പനീസ് റീസ്ട്രക്ചറിംഗ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട്, അത് മറ്റേ പ്രൊവിഷന്റെ കൂടെ നോക്കാനുള്ളതാണോ? അല്ലല്ല, ഇത് റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റൻ അല്ലേ? റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്തിട്ടുള്ളൂ അല്ലേ? റിപ്പോർട്ടിംഗ് ക്വസ്റ്റൻ ആണ് കേട്ടോ, സബ്സ്റ്റാൻറ്റീവ്സിന്റെ അല്ല. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡാന്യൂബ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഡാന്യൂബ് എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഒന്ന് ആദ്യം വായിച്ചു വെച്ചു. ഇറ്റ് ഈസ് 1st July 2015. Danube company is listed on stock exchange and sells consumer goods to wholesale customers. The company has large head office and 18 warehouses. You are an audit supervisor of Mississippi & Co. The final audit for the year ended 31st March 2015 is due to commence shortly. The draft financial statement shows
total asset of 198.5 million, and profit before tax of 56.1 million. The following three matters have been brought to your attention. So, നമ്മളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് എന്താണെന്നുള്ളത് നോക്കാം. Describe substantive procedure auditor should perform to obtain sufficient appropriate audit evidence in relation to Danube Company's land and building. Danube കമ്പനിയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ കുറിച്ചാണ് ജനറൽ ആയിട്ട് ചോദിച്ചേക്കുന്നത്. അല്ലാതെ നമ്മളോട് പ്രത്യേകിച്ച് സിനാരിയോക്കകത്ത് ആണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞേക്കുന്നത്. നമ്മളോട് റിക്വയർമെന്റിലൊന്നും പറഞ്ഞിട്ടില്ല. സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. Danube Company historically recorded all PP at cost less accumulated depreciation. However, during the year, the management decided to change accounting policy for land and building for the cost model to revaluation model. The finance director hired an external independent valuer to undertake the valuation of all land and building and took place in July 2014. Depreciation is calculated monthly on pro rata basis. Danube Company's year-end balance for the PP includes land and building of 79.2 million. നമ്മളോട് പറഞ്ഞു ഡാനൂബ് കമ്പനി എല്ലാ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും അവർ കാണിച്ചിട്ടുണ്ടായത് എവിടെയായിരുന്നു? അവർ കാണിച്ചേക്കുന്നത് കോസ്റ്റ് മോഡലിലായിരുന്നു. ഡ്യൂറിങ് ദി ഇയർ മാനേജ്മെന്റ് എന്ത് ചെയ്തു? അക്കൗണ്ടിങ് പോളിസി മാറ്റി അവർ റീവാലുവേഷൻ മോഡലിലേക്ക് ആക്കി എന്ന് പറഞ്ഞു. ഫിനാൻസ് ഡയറക്ടർ അവിടെ ഒരു എക്സ്റ്റേണൽ ഇൻഡിപെൻഡന്റ് വാല്യൂവറെ ഹയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ ബേസിസിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇൻ ദ മന്ത് ഓഫ് ജൂലൈ 2014 ഇങ്ങനെ ഒരു റീവാലുവേഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് ഡിപ്രിസിയേഷൻ മന്ത്ലി പ്രോറാറ്റ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആൻഡ് പി പിയുടെ വാല്യൂ 79.2 മില്യൺ ആണെന്ന് പറഞ്ഞു. പ്രീവിയസ് ഇയർ 64 മില്യൺ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇവിടെ ശരിക്കും ആപ്ലിക്കബിൾ ആവുന്ന സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാ? റീവാലുവേഷൻ വരും. അതായത് IAS 16 അകത്ത് റീവാലുവേഷൻ വരും. പിന്നെ വേറെ ഏതെങ്കിലും വരുമോ? അതെല്ലാം IAS 16 തന്നെയാണല്ലോ. അതർ ദാൻ ദാറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് ഇവിടെ. ഏതാ? IAS 8 വരുമോ? ഏതായിരുന്നു IAS 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് വരൂല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. നമ്മൾ പ്രൈമറി ആയിട്ട് പഠിച്ചുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അക്കൗണ്ടിങ് പോളിസീസ് ഷുഡ് ബി ഫോളോഡ് കൺസിസ്റ്റന്റ്ലി. എനി ചേഞ്ചസ് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുള്ളത്? Should be adequately disclosed in the financial statements. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് പറയാൻ പറ്റുന്ന പ്രൊസീജിയർ എന്തായിരിക്കും? അതെങ്ങനെ പറയാൻ പറ്റാ? Review the disclosure statements in order to confirm whether changes in accounting policy have been appropriately disclosed in accordance with IAS 8 എന്നുള്ളത് പറയാം. ക്ലിയർ ആയോ? That will be one of the primary and most important point here. Other than that, ഇവിടെ നോർമൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ പോയിന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആണോ? നമുക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചായിരുന്നു റീവാലുവേഷൻ ഓഫ് PP ആണ്. ആൻഡ് സെയിം റീവാലുവേഷൻ ഓഫ് PP തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അവർ നമ്മളോട് പറഞ്ഞേക്കുന്നതിനോട് എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സെയിം പോയിന്റ്സ് തന്നെയാണ് ബാക്ക് ആൻസറിൽ അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ദേ ഹാവൻ മെയ്ഡ് ഇറ്റ് മച്ച് സ്പെസിഫിക് ടു ദ സിനാരിയോ. ബട്ട് നിങ്ങൾക്ക് അത് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം. കമ്പനിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ്റ്റേണൽ എക്സ്പെർട്ടിനെ ഹയർ ചെയ്തു. അവിടെ നമുക്ക് എന്തായിരിക്കും ചോദിക്കാൻ പറ്റുക? ഒരു എക്സ്റ്റേണൽ എക്സ്പെർട്ടിനെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു ISA 620 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിനകത്ത് നമ്മൾ അവിടെ എന്ത് നോക്കണം എന്നായിരുന്നു പറഞ്ഞേ? എക്സ്റ്റേണൽ എക്സ്പെർട്ടിന് ഇൻഡിപെൻഡൻസ് നോക്കണം, എക്സ്പീരിയൻസ് നോക്കണം, ക്വാളിഫിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവരുടെ കോമ്പിറ്റൻസ് അസസ് ചെയ്യാൻ, വാല്യുവേഷൻ കറക്റ്റ് ആയിരിക്കും എന്ന് അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത് അറിയാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ എക്സ്പെർട്ട് കൺഫേം ഇൻഡിപെൻഡൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നും കൂടെ ടേം മാറ്റിയിട്ട് പറഞ്ഞാൽ മതി. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ക്വാളിഫിക്കേഷൻ, ദെൻ എക്സ്പീരിയൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ദി എക്സ്പെർട്ട് in order to determine the competence to perform revaluation of land and building. Clear അല്ലേ? ഓക്കെ, ഇനി അവർ റീവാലുവേഷൻ നടത്തി എന്ന് പറഞ്ഞു. അവിടെ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? റീവാലുവേഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയാം. അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് റീവാലുവേഷൻ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കൺഫേം ചെയ്യാൻ. ദെൻ ഡിപ്രിസിയേഷൻ റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞൂടെ? പ്രോറാറ്റ ബേസിസിലാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രോറാറ്റ ബേസിസിൽ റീവാല്യൂഡ് എമൗണ്ടിന്റെ മേലെ തന്നെയാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ. വാലുവേഷൻ റിപ്പോർട്ടിന്റെ കോപ്പി റിവ്യൂ ചെയ്യാൻ പറയാം. അപ്പോൾ ഇവിടെ വാലുവേഷൻ റിപ്പോർട്ടിന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം?
നമ്മളവിടെ എക്സ്പേർട്ട് വാലുവേഷൻ റിപ്പോർട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ റിവ്യൂ ദ എക്സ്പേർട്ട് വാലുവേഷൻ റിപ്പോർട്ട് ആൻഡ് കൺസിഡർ ഓൾ അസറ്റ്സ് ഓഫ് ദി സെയിം കാറ്റഗറി ഹാവ് ബീൻ റിവാല്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് IAS 16 PPE പറയാം. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? യെസ്. ഓക്കെ. സാർ ഇനി IAS 8ന്റെ പോയിന്റ് ഒന്ന് പറയോ? അതായത് IAS 8 പ്രകാരം നമ്മൾ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസി എന്ത് ചെയ്യുന്നുണ്ടാവണം? ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ എന്ത് പറയാം? റിവ്യൂ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം adequate disclosures in relation to the changes in accounting policies have been provided in accordance with IAS 8 പറയാം. ക്ലിയർ ആയോ? ഇതിൽ എന്ത് റാഷണൽ ബേസിലാണ് വാല്യുവേഷൻ മാറ്റിയെന്ന് ചോദിക്കത്തില്ല? നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും നമുക്ക് ചോദിക്കാം കേട്ടോ. നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചാൽ നമുക്ക് എല്ലാ പോയിന്റ്സും ഇവിടെ ചോദിക്കാം. നമ്മൾ അതിൻ്റെ അകത്ത് സ്പെസിഫിക് പോയിന്റ്സ് മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻസേഴ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ പോയിന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പെസിഫിക് പോയിന്റ്സ് മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി ട്രേഡ് റിസീവ്ഡ് സർക്കുലറൈസേഷന്റെ ഈ ഏരിയ ഒന്ന് വായിച്ചു നോക്കിയേ. Danube Company's year-end trade receivables balance is 9.3 million, has significantly increased compared to the prior year. Danube Company's list of individual customers is made up of large number of customers with the balance ranging from 15,000 to 50,000. A prospective trade receivable circularization has been undertaken by the team based on the year-end balance. The majority of responses from the customers agreed to the balance as per Danube Company's list of individual customers at 31st March 2015. However, following exceptions were noted. നമ്മളോട് പറഞ്ഞു ഡാന്യൂബ് കമ്പനിയുടെ ഇയർ ആൻഡ് റിസീവൽസ് ബാലൻസിൻ്റെ അകത്ത് 9.3 മില്യൺ ആണുള്ളത്. പ്രീവിയസ് ഇയറിൽ അത് 7.7 മില്യൺ ആയിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂടി എന്ന് പറഞ്ഞു. ആൻഡ് ഡാന്യൂബ് കമ്പനിയുടെ ഇൻഡിവിജ്വൽ ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സ് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേനും അവിടെ ലാർജ് കസ്റ്റമേഴ്സ് ഉണ്ട്. $15,000 to $50,000 വരെ തരാനുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പോസിറ്റീവ് റിസീവൽ സർക്കുലറൈസേഷൻ ഒക്കെ നടത്തി, പക്ഷെ എല്ലാവരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ തന്നേക്കുന്നത്. നൈൽ കമ്പനി അവർ നമുക്ക് തരാനുള്ളത് 141,000 ആണ്, പക്ഷെ കസ്റ്റമർ നമുക്ക് റെസ്പോൺസ് ഒന്നും തന്നിട്ടില്ല. കോൺഗോ കമ്പനി 136,321 ആണ് നമുക്ക് തരാനായിട്ടുള്ളത്. അവരോട് റെസ്പോൺസ് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് 122 189 ആണ് അവർ നമുക്ക് തരാനുള്ളത് എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഓഡിറ്റർ ഷുഡ് പെർഫോം ഇൻ റിലേഷൻ ടു ദ എക്സെപ്ഷൻസ് നോട്ടഡ് during the trade receivable circularization in respect of Nile Company and Congo Company. Total mark will be split equally between each customer. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, നൈൽ കമ്പനിയുടെ കേസിലും കോൺഗോ കമ്പനിയുടെ കേസിലും ട്രേഡ് റിസീവൽസുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന എക്സെപ്ഷൻസ് അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അവിടെ നമുക്കപ്പം നൈൽ കമ്പനിയുടെ എഴുതുന്നതിന് 2 മാർക്ക് കിട്ടും, കോൺഗോ കമ്പനിയുടെ എഴുതുന്നതിന് 2 മാർക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ്. എന്ത് പ്രൊസീജിയേഴ്സ് എഴുതേണ്ടത്? എന്തൊക്കെയായിരിക്കും എഴുതാൻ പറ്റുക? നമുക്ക് പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് റിസീവ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ കസ്റ്റമേഴ്സ് എത്ര പറഞ്ഞിട്ടില്ല നോക്കാം. ഫൈൻ. പിന്നെ വേറെന്താ? കറസ്പോണ്ടൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? കറസ്പോണ്ടൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞു വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? കറസ്പോണ്ടൻസ് ചെക്ക് ചെയ്ത് മനസ്സിലാവുന്നതാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ വേറെ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ ലാസ്റ്റ് പറ്റുക? ഇയറിലെ സെയിം കസ്റ്റമേഴ്സിന്റെ ബാലൻസ് എത്രയാണെന്ന് നോക്കാം. ലാസ്റ്റ് ഇയറിലെ സെയിം കസ്റ്റമേഴ്സിന്റെ ബാലൻസ് എത്രയാണെന്ന് നോക്കാം. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നു പറഞ്ഞു. വേറെ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻസേഴ്സ് ഏതെങ്കിലും ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളോട് ഇവിടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണോ ചോദിച്ചേക്കുന്നത്? നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ചോദിക്കുമ്പോഴല്ലേ ഈ കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആണെന്ന് അവർ പറഞ്ഞോ? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണെന്ന് പറഞ്ഞോ? ഇല്ല. അവർ നിങ്ങളോട് ചോദിച്ചാൽ ഡിസ്ക്രൈബ് ദ പ്രൊസീജിയേഴ്സ് ഓഡിറ്റർ ഷുഡ് പെർഫോം ഇൻ റിലേഷൻ ടു ദ എക്സെപ്ഷൻസ് ആണ് പറഞ്ഞത്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് അവർ പറഞ്ഞിട്ടില്ല, ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ സാധാരണ ചോദിക്കുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അല്ല എഴുതേണ്ടത്. ISA 505 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചില്ലായിരുന്നു, എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ സ്റ്റെപ്സ് ഇൻ സെൻഡിങ് എ കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ആ സ്റ്റെപ്സിന്റെ അകത്തെ പ്രൊസീജിയർ ആണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത്, അല്ലാണ്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അല്ല. ഇവിടെ നിങ്ങളോട് പറഞ്ഞു ഇതേണ്ടേ നൈൽ കമ്പനിയുടെ കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ എന്താണ് നിങ്ങൾ പ്രൊസീജിയർ ചെയ്യേണ്ടത്?
നൈൽ കമ്പനിയുടെ കസ്റ്റമർ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ പ്രൊസീജിയർ ചെയ്യേണ്ടത്? ഇൻ കേസ് ഓഫ് നോൺ റെസ്പോൺസ് എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞേ? ആഫ്റ്റർ ഒബ്റ്റൈനിങ് പെർമിഷൻ ഫ്രം ദ ക്ലൈന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് റിക്വസ്റ്റ് അയക്കണം. ഫോളോ അപ്പ് റിക്വസ്റ്റ് അയച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫോളോ അപ്പ് റിക്വസ്റ്റ് അയച്ചിട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. സച്ച് as റിവ്യൂയിങ് കറസ്പോണ്ടൻസ് വിത്ത് ദ കസ്റ്റമേഴ്സ്, ഒബ്റ്റൈനിങ് ഡീറ്റെയിൽസ് അബൌട്ട് ദ പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് റിസീപ്റ്റ്സ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രയർ ഇയർ ബാലൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഈ പ്രൊസീജിയേഴ്സ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്കിവിടെ റെസ്പോൺസ് കിട്ടി. കോങ്കോ കമ്പനിയുടെ കേസ് റെസ്പോൺസ് കിട്ടി. 136,321 ആണെന്ന് പറഞ്ഞു. 122,189 ആണ് എന്നാണ് അവർ പറയുന്നത്. സോ there's a difference of around 14,000 സംതിങ്. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മൾ അവിടെ എടുക്കേണ്ട പ്രൊസീജിയർ എന്തായിരിക്കും? മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം അല്ലേ? എന്ത് കാരണം കൊണ്ടാണ് ഡിഫറൻസ് വന്നേക്കുന്നതെന്ന്. ടൈമിംഗ് ഡിഫറൻസോ അല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് വല്ലതും ആണോ നോക്കണം. ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒബ്റ്റൈൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അപ്രോപ്രിയറ്റ്ലി കാണിച്ചിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിനോട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതാണ് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം ഇവിടെ ചോദിച്ച് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ അല്ല. എപ്പോഴും ഓർക്കുക, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ചോദിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് അവർ നമ്മളോട് എന്ത് തന്നെ ചോദിക്കും? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഇവിടെ ചോദിച്ചേക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഓഡിറ്റ് പ്രൊസീജിയറോ അല്ല, പ്രൊസീജിയേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ സബ്സ്റ്റാൻറ്റീവ് സീറ്റ് എഴുതി വെക്കരുത്. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ? സാർ ഒന്നുകൂടെ പറയാമോ? പ്രൊസീജിയർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടില്ല. ISA 501 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് പഠിച്ചായിരുന്നോ? സോറി, 505 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് പഠിച്ചായിരുന്നോ? എക്സ് കൺഫർമേഷൻ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ്. അവിടെ നമ്മൾ സ്റ്റെപ്സ് ഇൻ സെൻഡിങ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലായിരുന്നോ? ആദ്യമേ അസേഷൻ സെലക്ട് ചെയ്യുക, ഡിസൈൻ കൺഫർമേഷൻ റിക്വസ്റ്റ്, ഒബ്റ്റൈൻ പെർമിഷൻ ഫ്രം ദ ക്ലൈന്റ്, ദെൻ ക്ലൈന്റിന് നമ്മൾ എന്ത് ചെയ്യണം? ആ കൺഫർമേഷൻ അയക്കുക. ദെൻ ക്ലൈന്റ് നമുക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് റിക്വസ്റ്റ് നടത്തണം. ഫോളോ അപ്പ് റിക്വസ്റ്റ് നടത്തിയിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം. പഠിച്ചല്ലായിരുന്നോ? ഇനി റെസ്പോൺസ് കിട്ടി, ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. എന്ത് കാരണം കൊണ്ടാണ് ഡിഫറൻസ് ഉണ്ടായെന്നറിയാൻ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് അതിന് റീസൺ എന്തായാലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വാങ്ങിക്കണം. അപ്രോപ്രിയറ്റ്ലി അഡ്ജസ്റ്റഡ് ആണോ നോക്കണം. അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് കറക്റ്റ് ചെയ്യാൻ പറയണം. നമ്മൾ ISA 505 പഠിച്ച പ്രൊസീജിയർ ആയിരുന്നു. ആ പ്രൊസീജിയറാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കൊണ്ട് എഴുതാവുള്ളൂ. അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇസ് എ ക്ലിയർ എവരിവൺ? യെസ് ഓക്കെ. ഇനി ഇതേപോലെ തന്നെ ഫ്രോഡിന്റെ ഒക്കെ കേസിൽ ഫ്രോഡിന്റെ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ ചോദിക്കുകയാണ്. അവിടെ നേരെ കൊണ്ട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതി വെക്കരുത്. ഫ്രോഡിന്റെ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? മാനേജ്മെന്റായിട്ട് ഡിസ്കസ് ചെയ്യണം. അവർ ആ ഫ്രോഡിന്റെ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നില്ലേ ദോസ് രാജ്യത്ത് കൗൺസിലിനോട് പറയണം. അവർ ആക്ഷൻ എടുക്കുന്നില്ല, അല്ലെ അവർ അതിൻ്റെ ഇൻവോൾവ് ആണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയോട് പറയണം. അതുപോലെ തന്നെ റെഗുലേറ്ററി അതോറിറ്റിയോട് റിപ്പോർട്ട് ചെയ്യണം. അതായിരുന്നു അവിടുത്തെ പ്രൊസീജിയർ. അപ്പം അതൊന്നും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ അല്ല. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനകത്തുള്ള മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ജനറൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റൈൻ sufficient appropriate audit evidence in relation to provision and the receivables arising from the sale of defective goods. 5 മാർക്സിന് നമ്മളോട് 2 സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ്ലി നമുക്ക് രണ്ടിനെയും കൂടെ മിക്സപ്പ് ചെയ്ത് എഴുതിയാൽ മതി. പ്രൊവിഷനും റിസീവബിളും ആയിട്ട് റിലേറ്റ് ചെയ്താണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ വായിച്ചു നോക്കി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ. സാർ നേരത്തെ സബ്സ്റ്റാൻറ്റീവ് അല്ല ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അല്ലാന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയർ ചോദിക്കുമ്പോൾ എന്തായത്? ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് തന്നെയായിരിക്കും. ഓഡിറ്റ് പ്രൊസീജിയറിനകത്ത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഉണ്ടാവും, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും? റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ അവർ സ്പെസിഫൈ ഇല്ല എന്താ വേണ്ടത്? ഏതാ? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ മാത്രമായിട്ട് അവർ പറയില്ലല്ലോ. അപ്പോൾ നമുക്ക് സബ്സ്റ്റാൻറ്റീവ് ഡബ്ലിംഗ് പ്രൊസീജിയേഴ്സ് ആശയം ചോദിക്കാറില്ല. നമുക്ക് ട്രിപ്പിളേക്കകത്ത് മാത്രമേ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ട് ചോദിക്കാറുള്ളൂ. ഓക്കെ. ഡബിളേക്കകത്ത് നമ്മളോട് എപ്പോഴും ചോദിക്കുക സബ്സ്റ്റാൻറ്റീവ് തന്നെയായിരിക്കും. In December 2014, Danip company sold a number of hoverboards to customer K company. It is alleged that Kalama Kids company that these hoverboards are faulty, and there have been a few instances of hoverboards overheating and catching fire. As a result, Kalama Kids company is suing Danip company for 3.9 million. The court case is due to take place in August 2015, and the management believes that K company's claim is unlikely to be successful.
no hoverboards remain in Danube Company's inventory at the year end. Danube Company purchased hoverboards from a supplier, T Company. In Feb 2015, Danube Company contacted Thames Company and requested that they reimburse Danube Company for the damages which may become payable as a result of the sale of the defective hoverboards. Danube Company is requesting sum of 3.9 million from Thames Company. The draft statement contained provision of 3.9 million in respect of customer claim and receivable of 3.9 million in respect of Danube Company's counterclaim against the supplier. സിമ്പിൾ കേസാണ്. നമ്മളോട് പറഞ്ഞു ഡിസംബർ 2014 കുറെ ഹോവർ ബോർഡ്സ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കസ്റ്റമേഴ്സിന് വിറ്റു. അത് ഫോൾട്ടി ആയിരുന്നു. സോ അതിന് തീ പിടിച്ചു, ഓവർ ഹീറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സ് കുറെ പേര് നമുക്ക് എഗൈൻസ്റ്റ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ 3.9 million ആണ് അവരെന്ത് ചെയ്തേക്കുന്നത്, കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് സ്യൂ ചെയ്തേക്കുന്ന എമൗണ്ട്. സോ കോർട്ട് കേസ് ഇയർ എൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നടക്കുക. ആൻഡ് മാനേജ്മെന്റ് ബിലീവ് ചെയ്യുന്ന എന്താണ്, ക്ലെയിം സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. അതായത് കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ക്ലെയിം സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് 3.9 million. പക്ഷേ ഡാന്യൂബ് കമ്പനി ഹോവർബോർഡ് വേറെ സപ്ലയറിൻ്റെ നിന്ന് വാങ്ങിയിട്ടാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സപ്ലയറിന് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് അവരെ നമ്മൾ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ആ എമൗണ്ട് തരണം എന്ന് പറഞ്ഞ് നമ്മൾ 3.9 million അവരുടെ അടുത്ത് നിന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ട്. സോ അതിനെ ബേസ് ചെയ്ത് അവരെന്തും ചെയ്തിട്ടുണ്ട്, റിസീവബിളും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. സോ പറയും, അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? സോ ഇവിടെ ഒരു പ്രൊവിഷനും ഉണ്ട്, റിസീവബിളും ഉണ്ട്. ഇവിടെ എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പറ്റുക? ലീഗൽ അഡ്വൈസ് Fourth year and- കറസ്പോണ്ടൻസ് എടുത്തൂടെ? ലീഗൽ കറസ്പോണ്ടൻസ് എടുക്കാം. എന്തിനു വേണ്ടിയിട്ടാ? ലൈക്ലിഹുഡ്. ഓക്കെ, അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, പ്രോബബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോയറുമായിട്ടുള്ള കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, ലോയറോട് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ വേണമെങ്കിലും പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് പറയാം, ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ ലോയർ in order to determine whether there will be a probable future cash outflow which might arise as a result of the outstanding court case. അല്ലെങ്കിൽ അവിടെ അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി, റിവ്യൂ കറസ്പോണ്ടൻസ് വിത്ത് ദ ലോയർ എന്ന് പറഞ്ഞാലും മതി. പിന്നെ ഇവിടെ വേറെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കിയാലാണ് ഈ ക്ലെയിം ശരിക്കും ഉള്ളതാണോ എന്ന് അറിയാൻ പറ്റുക? സത്യമാക്കും. കലാമ കിഡ്സ് കമ്പനി ആയിട്ടുള്ള കറസ്പോണ്ടൻസ് നോക്കിയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റിവ്യൂ ദ കറസ്പോണ്ടൻസ് വിത്ത് കലാമ കിഡ്സ് കമ്പനി in order to determine about the details of the court case and to understand whether there will be a cash outflow which might arise as a result of the present obligation in relation to the sale of hoverboards. Okay. പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നെക്സ്റ്റ് ഇയറിൽ കേസ് സെറ്റിൽ ആയിട്ടുണ്ടോ നോക്കിയിട്ട് കൊടുത്ത പ്രൊവിഷൻ ആഡ്വക്കേറ്റ് ആണോ നോക്കിയത്. ഓക്കെ, കൊടുത്ത പ്രൊവിഷൻ ആഡിക്വേറ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ഇയർ ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് നോക്കാം. സെറ്റിൽമെന്റ് ഓഫ് കേസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് എന്താണ്, ഇവരെ റിസീവബിൾസ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതും ലോയറിനോട് കൺഫർമേഷൻ മേടിച്ചിട്ട് വിർച്വലി സർട്ടൺ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ നോക്കി. ഓക്കെ, ലോയറിനോട് കൺഫർമേഷൻ വാങ്ങിച്ചിട്ട് വിർച്വലി സർട്ടൺ ആണോ എന്നുള്ളത് പറയാം. ഓക്കെ, ഇവിടെ പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ലോയറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? ഇവർ ഡയറക്ട്ലി ക്ലെയിം ചെയ്തു എന്നാണ് പറയുന്നത്. ഹോവർബോർഡ്സ് സപ്ലൈറിനെ അവർ കോൺടാക്ട് ചെയ്തിട്ട് തേംസ് കമ്പനി ഇത് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടുന്ന് ലീഗൽ അഡ്വൈസ് എടുക്കുന്നതിനേക്കാളും നല്ലത് എന്തായിരിക്കും, അവരിത് അക്സെപ്റ്റ് ചെയ്യുന്നത് നോക്കാന്നുള്ളതല്ലേ. ഓക്കെ, അപ്പൊ അതെങ്ങനെ കറസ്പോണ്ടൻസ് എടുത്ത് നോക്കിയിട്ട് അവര് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, റിവ്യൂ ദ കറസ്പോണ്ടൻസ് വിത്ത് തേംസ് കമ്പനി in order to confirm whether they have agreed to settle 3.9 million in relation to the defective hoverboards which the company have recognized as a receivable for the year. Clear ആയോ? Yes. ഓക്കെ, പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇത്രയും പോയിന്റ്സിന് ആവശ്യമില്ല, മൊത്തം 5 points മതി. വേറെ എന്താ ചെയ്യേണ്ടത്? ഇവർ ഈ പൈസ തന്നിട്ടോ എന്ന് അറിയാൻ എന്താ ചെയ്യാൻ പറ്റുക? അതായത് ഇവര് റിസീവബിൾ ആയിട്ട് കാണിച്ചിട്ടില്ല ഇയർ എൻഡിന്റെ സമയത്ത്. അപ്പൊ റിസീവബിൾ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ റിസീവ്സിന്റെ പോയിന്റ്സ് വെച്ച് ആലോചിച്ച് നോക്ക്. റിസീവബിൾ ആയിട്ട് കാണിച്ചേക്കുന്ന ഈ എമൗണ്ട് എക്സിസ്റ്റിംഗ് ആണെന്നല്ല നമുക്ക് ഇവിടെ അറിയേണ്ടത്. അവർ പറയുന്നത് ഈ 3.9 million കിട്ടും എന്നല്ല പറയുന്നത്. അപ്പൊ ശരിക്കും 3.9 million കിട്ടുമോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കൺഫേം ചെയ്യേണ്ടത്? എക്സിസ്റ്റൻസ് ആണ് കൺഫേം ചെയ്യേണ്ടത്. അപ്പൊ എക്സിസ്റ്റൻസിന്റെ പോയിന്റ്സ് വെച്ച് ആലോചിച്ച് നോക്ക്, ഇത് കിട്ടുമോ എന്ന് അറിയാൻ നമുക്ക് പറ്റുക. ഫോർത്ത് ഇയർ ആൻഡ് അവർക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടോന്ന് നമുക്കെന്ത് പറയാം, റിവ്യൂ ദ പോസ്റ്റ് ഇയർ ആൻഡ് cash receipts list and bank statements in order to confirm whether Thames Company have paid 3.9 million for the damaged hovercraft after the year end. Clear ആയോ? Yes.
വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഈ ക്ലെയിം സക്സസ്ഫുൾ ആവുക അല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ എന്തെങ്കിലും ഡിസ്കഷൻസ് നോക്കിയാൽ മനസ്സിലാവും എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ഡോക്യുമെന്റ് നോക്കിയാൽ മനസ്സിലാവും? Board minutes. ആലോചിച്ച് നോക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? Distribution. ബോർഡ് മിനിറ്റ്സ് Board minutes. കൺഫേം അല്ല ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് മനസ്സിലാക്കണം നമുക്ക്? whether the management believes that the claim will be successful or not. Clear ആയോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമുക്ക് പ്രൊസീജിയേഴ്സ് പറയാൻ പറ്റുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, അവിടെ ലോജിക്കലി ആലോചിച്ച് നോക്കുക. ഇവിടെ രണ്ടെണ്ണത്തിന് പോയിന്റ്സ് ആണ് എടുക്കേണ്ടത്. ഒന്ന് റിസീവ്സിന്റെ ബാലൻസ് എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത് കൺഫേം ചെയ്യണം. രണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറയാം, പ്രൊവിഷന്റെ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയണം. അപ്പൊ പ്രൊവിഷന്റെ എഴുതുക, അതേപോലെ തന്നെ നമ്മൾ എന്തിന്റെ എഴുതേണ്ടി വരും? ഈ സെയിം റിസീവ്സിന്റെ എഴുതേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? Is it clear everyone? ഡിസ്ക്ലോഷേഴ്സിന്റെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതാ? ഡിസ്ക്ലോഷേഴ്സിന്റെ എന്തെങ്കിലും സിനാറിയോ പറഞ്ഞിട്ടുണ്ടോ? അല്ലെ അത് ആഡ് ചെയ്തു? ഡിസ്ക്ലോഷേഴ്സിന്റെ നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് എഴുതാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രൊവിഷനും അതേപോലെ തന്നെ റിസീവ്ഡും അല്ലേ. ഇപ്പൊ IAS 37 പ്രകാരം നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊവിഷനെ കുറിച്ചുള്ള ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ? ഇനി ഇൻ കേസ് എങ്ങാനും ഈ 3.9 മില്യൺ ഒരു കണ്ടിജന്റ് അസറ്റിന്റെ കാറ്റഗറിയിലും കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ചിട്ടാണ് ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ മെയിൻലി പ്രൊവിഷന്റെ വെച്ച് തന്നെ അവിടെ പറഞ്ഞാൽ മതി. കാരണം ഇവരിപ്പോൾ ഓൾറെഡി 3.9 മില്യൺ എന്തായിട്ടാണ് കാണിച്ചിരിക്കുന്നത്? റിസീവബിൾ ആയിട്ടായിരിക്കും കാണിച്ചേക്കുന്നത്. ഇപ്പോൾ കണ്ടിജന്റ് അസറ്റ് ആയിട്ടല്ല, വിർച്വലി സെറ്റ് എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണിക്കുക. മനസ്സിലായോ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഏറ്റവും പ്രോപ്പർലി തന്നെ പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഇഫ് പോസിബിൾ ആദ്യമേ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള രീതി സബ്സ്റ്റാൻറ്റീവ്സ് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. സോ എല്ലാവരും പ്രോപ്പറായിട്ട് സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. കാരണം നമുക്കറിയാം സബ്സ്റ്റാൻറ്റീവ്സ് തന്നെയാണ് നമ്മൾ വൺ ഓഫ് ദി മേജർ പോർഷൻ ഓഫ് സിലബസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഏറ്റവും നല്ലപോലെ സബ്സ്റ്റാൻറ്റീവ്സിൻ്റെ ഏരിയാസ് നോക്കുക, നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫൈൻ, താങ്ക് യു.